ഹലോ ഹലോ ഗുഡ് ഈവനിങ്. എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ. ഓക്കെ ഓക്കെ. എന്തായാലും ക്ലാരിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. 9:05 ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. നമ്മളിന്ന് കുറച്ച് മണി മാറ്റേഴ്സാണ് സംസാരിക്കുന്നത്. നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ PPT ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. സ്ക്രീൻ എങ്ങാനും കട്ടാവണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ ഓക്കെ. നിങ്ങളുടെ എല്ലാവരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. മ്യൂട്ട് ചെയ്തിട്ടെന്ത് വിചാരിക്കുന്നു. ഓക്കെ. ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു ക്വസ്റ്റ്യനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനധികം പൈസ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് പണിക്ക് പോകേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൈസ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകാനായിരിക്കും നിങ്ങൾ താല്പര്യപ്പെടുക? ഇപ്പോൾ നമ്മളെല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ദിവസവും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത്, ജോലിക്ക് പോകാൻ പറ്റിയില്ല, ഇത് ചെയ്യാമായിരുന്നു, അത് ചെയ്യാമായിരുന്നു, ഇങ്ങോട്ട് പോകാമായിരുന്നു ഒക്കെ വിചാരിക്കേണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചെയ്യുക? പറഞ്ഞോ. ചാറ്റ് ബോക്സ് കാണാൻ പറ്റുന്നില്ല. റെക്കോർഡിങ് ഉണ്ടായിരിക്കും. ആരൊന്നും പറയുന്നില്ലല്ലോ. എന്തായിരിക്കും? നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനുള്ള പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഗ്രോ ചെയ്തിട്ട് എന്തിനാണ്? നമുക്ക് ആവശ്യത്തിനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ ആവശ്യങ്ങൾ എന്താണെന്ന് ഞാൻ ചോദിച്ചത്. നമുക്ക് കയ്യിൽ ആവശ്യത്തിനുള്ള പൈസ ഉണ്ട്, നമ്മൾ ജോലിക്ക് പോകാണ്ട് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പൈസ വെച്ച് എന്തായിരിക്കും ചെയ്യുക? എവിടെ ഉറങ്ങണം എല്ലാവരും? അടിച്ചുപൊളിച്ച് ജീവിക്കാം. ഞാൻ ചോദിച്ചത് അടിച്ചുപൊളിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കണത് എന്താണെന്ന് ഞാൻ ചോദിച്ചേ. ഓരോരുത്തർക്കും ഓരോരുത്തർ ഉണ്ടാവുമല്ലോ. നമുക്ക് പലർക്കും പല ഡ്രീംസ് ഉണ്ടാവുമല്ലോ. അതെ, ഡ്രീംസ്, കാറ്, ലക്ഷറി ലൈഫ്. അയ്യോ, മൈക്ക് ഓഫ് ചെയ്തോ. ചാറ്റ് ബോക്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. പേഴ്സണൽ ഗ്രോത്ത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക, നമുക്ക് പലർക്കും പല ഡ്രീം ആവുമല്ലോ. ഇപ്പോൾ എനിക്കാണ് കുറേ പൈസ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കാർ വാങ്ങിച്ചേനെ, ഈ കാർ വാങ്ങിച്ചേനെ. അതേപോലെ തന്നെ ഞാൻ ചിലപ്പോൾ ഒരു വേൾഡ് ടൂർ തന്നെ അടിക്കും. ഞാൻ ചിലപ്പോൾ ഇനി കേരളത്തിലേക്ക് തിരിച്ച് തന്നെ വരില്ല. ഞാൻ ചിലപ്പോൾ കുറേ ആൾക്കാരെ സഹായിക്കും, ചിലപ്പോൾ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കും. ചിലപ്പോൾ ഞാൻ ആ സമയത്തുമ്പോൾ ഞാൻ വേറൊരു മനുഷ്യനായിട്ട് മാറും. എനിക്ക് ചെയ്യാൻ പറ്റണമൊക്കെ ചിലപ്പോൾ ചെയ്തു വരും, ചിലപ്പോൾ ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്നു വരും. ചിലപ്പോൾ കാലത്തിട്ട് എനിക്ക് ജോലിയില്ല, പക്ഷേ കുറേ പൈസ ഉണ്ട്. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകണ്ട, എനിക്ക് ആ ടെൻഷനില്ല. ഞാൻ പീസ്ഫുള്ളായിട്ട് കാലത്ത് എണീക്കുന്നു, ചെടി നനയ്ക്കുന്നു, ചിലപ്പോൾ പുറത്ത് പോയിട്ട് ചായ കുടിക്കാൻ പോകുന്നു. അതായിരിക്കും ചിലപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട ലൈഫ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ ജീവിക്കുമായിരിക്കും. ഫുൾ പെട്രോൾ എപ്പോഴും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോതായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഇഷ്ടപ്പെട്ട ജീവിതം 100% ഞാൻ ജീവിക്കേണ്ട ജീവിതമാണ് ഞാൻ ജീവിക്കുക. എപ്പോൾ പൈസ എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉള്ളപ്പോൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ശരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന ജീവിതമല്ല ഇപ്പം ജീവിക്കുന്നതെന്നും കൂടി ചെറിയൊരു അർത്ഥം ഉണ്ടതിൽ. ഓക്കെ, ആരും ഒഫെൻസീവായിട്ട് വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെട്ട ജീവിതം നമുക്ക് എന്തായാലും ജീവിക്കണമെന്നല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ റിട്ടയർമെൻറ്റിൻ്റെ ഏജ് വരെ കാത്തിരുന്ന എപ്പോഴായിരിക്കും റിട്ടയർമെൻറ്റ്? 60-65 വയസ്സിലല്ലേ നമ്മുടെ റിട്ടയർമെൻറ്റ്. അപ്പോൾ 60-65 വയസ്സ് കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ മോശമെന്നല്ല പറയുന്നത്, അത്രയും കാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആ സമയത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ കാറും ഇതൊക്കെ വാങ്ങാനുള്ള മൈൻഡൊക്കെ പോയിന്ന് വരും. അപ്പോൾ നമുക്ക് കുറച്ച് ഏർലി റിട്ടയർമെൻറ്റിനെ പറ്റി സംസാരിക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നമ്മുടെ ഒരു 30s അല്ലെങ്കിൽ നമ്മുടെ ഒരു 40s റിട്ടയർ ചെയ്യുകയാണെങ്കിൽ, അതെ, കാർത്തിക് പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മുടെ ഹെൽത്തൊക്കെ പോകും. അപ്പോൾ നമുക്ക് കുറച്ച് ഏർലി റിട്ടയർമെൻറ്റ് ആവശ്യമുണ്ട്, 30s or 40s. അപ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മുടെ പിൻതലമുറക്കാരൊക്കെ കണ്ട ജീവിതമാണ് ഈ 60s 70s റിട്ടയർ ആയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുക. അങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ആരോഗ്യമില്ല. പണ്ടത്തെ തലമുറ നമ്മൾ ജീവിക്കുന്ന ഒരു കൾച്ചറിൽ ചിലപ്പോൾ നടക്കാൻ തന്നെ പറ്റിയെന്നില്ല, അതേപോലത്തെ മാറിയിരിക്കുക. അപ്പോൾ നമ്മൾ നല്ല ജീവിതം കുറച്ച് കാലം ഇത്തിരി നേരത്തെ ജീവിച്ച് കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഏർലി റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് കുറച്ച് സംസാരിക്കുന്നത്. ഇന്നത്തെ പരിമിതി വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ എല്ലാം സംസാരിച്ചു എന്നൊന്നും വരില്ല. നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സുകളിൽ ഓരോന്നായിട്ടൊക്കെ തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കും.
ഓക്കെ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ കയറി വരാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളോ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ ഇനഫ് മണി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ ജീവിതം ചിലപ്പോൾ അതായിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന ജീവിതം. ഇഷ്ടപ്പെടുന്ന ജീവിതത്തിന് വേണ്ടിയിട്ട്, ആ ഇഷ്ടപ്പെട്ട ജീവിതം നേരത്തെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻസ് എങ്ങനെയാണ് നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി അതിലേക്ക് എത്തിക്കേണ്ടത് എന്നും കൂടിയിട്ടാണ് നമ്മളിതിൽ പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഒരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഇനഫ് മണി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സാലറി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക? സാലറി കിട്ടി കഴിഞ്ഞാൽ സാധാരണ എന്താ ചെയ്യുക? സ്പെൻഡ് ചെയ്യോ, അത് സേവ് ചെയ്യോ, ഇൻവെസ്റ്റ് ചെയ്യോ, എന്താ ചെയ്യാറ്? നമുക്ക് ഞാൻ ഒരു റേഡിയോ പോലെ ഇവിടെ ഇരുന്ന് പറയുന്നതായിട്ട് നല്ലത് അപ്പുറത്തുനിന്നും കൂടി ഇങ്ങനെ റിപ്ലൈ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഇതിൽ പോവാം, അതായിരിക്കും രസം. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും എനിക്കറിയണ്ടേ. ഞാൻ ചോദിച്ച ചോദ്യം, സാലറി കിട്ടി കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുന്നത്? സ്പെൻഡ് ചെയ്യോ, സേവ് ചെയ്യോ, ഇൻവെസ്റ്റ് ചെയ്യുമോ? ദീപൻ പറയുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു. കാർത്തിക്കും ഇതിനൊക്കെ എന്താ പറയണേ? ഇ എം ഐ അടയ്ക്കുക, പേ ബിൽസ്. തീർച്ചയായിട്ടും EMI, SIP, എക്സ്പെൻസ്, സ്പെൻഡിങ് ക്രെഡിറ്റ് ക്ലിയർ ആക്കും. ഓക്കെ. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഇവിടെ എന്താ EMI. അപ്പോൾ നമ്മുടെ നമ്മുടെ സാലറിയുടെ എനിക്ക് തോന്നുന്നു ഒരു 50% ഭാഗത്തിൻ്റെ അടുത്ത് അവിടെ EMIയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ. EMI, റെൻറ്റ്. ഓക്കെ. ഇത് നോർമലായിട്ട് ഇപ്പോൾ എല്ലാവരും ചെയ്തു പോകണം. ഒന്ന് വേറെ തരത്തിൽ എന്ത് ചോദിക്കുക, നമുക്ക് സാലറിയിൽ ഭയങ്കര ഗ്രോത്തും എല്ലാ കൊല്ലമൊന്നും ഉണ്ടായിന്ന് വരില്ല 90% ആളുകളുടെ കേസിലും. അപ്പോൾ നമുക്ക് ആവശ്യങ്ങൾ പക്ഷെ അത് കരുതി കുറയുന്നൊന്നുമില്ല, ആവശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ EMI ക്ലോസ് ആയി കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഒരു 5000 രൂപ EMI എല്ലാ മാസം അടയ്ക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അടുത്ത മാസം അത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ അത് ആ സ്ലോട്ടിലേക്ക് അടുത്തത് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. അതെൻ്റെ ശീലമായിട്ട് മാറി. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇത് ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതായിരിക്കും, പക്ഷേ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ഓക്കെ. ഏർലി റിട്ടയർമെൻറ്റിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈനാൻഷ്യലി ഫ്രീ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്കതിലേക്ക് പോവാം. ഓക്കെ. നിങ്ങൾ ഈ ഇങ്ങനത്തെ ഒരു റൂള് കേട്ടിട്ടുണ്ടോ? 50, 30, 20 എന്നൊക്കെ പറഞ്ഞിട്ട് റൂള് കേട്ടിട്ടുണ്ടോ? ഈ ഒരു റൂള് കേട്ടിട്ടുണ്ടോ? ചാടി കയറി ഇങ്ങോട്ട് വന്നല്ലോ കേട്ടോ, അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. 50, 30, 20 റൂൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ. മിക്കവരും കേട്ടിട്ടുണ്ട്. ആരെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ടോ? തീർച്ചയായിട്ടും എക്സിക്യൂട്ട് ചെയ്യാൻ ചിലപ്പോൾ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ ഇനഫ് സാലറി ഇല്ല, അപ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ കുറ്റം പറയല്ലോ കേട്ടോ, ഇനഫ് സാലറി ഇല്ലാത്തതുകൊണ്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തതെന്ന്. പക്ഷേ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങളേനും വരുത്താൻ പറ്റും. ചിലപ്പോൾ നമുക്ക് 100 രൂപയെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക എല്ലാ മാസം. ആ 100 രൂപ സേവ് ചെയ്യാൻ ശ്രമിച്ചേ പറ്റൂ. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 100 രൂപ സേവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ അടുത്ത മാസം കുറച്ച് കൂട്ടി പിടിക്കാം, 500 ആക്കാം, 1000 ആക്കാം. അങ്ങനെ അത് നമുക്കൊരു ത്രില്ല് കൂടിയാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ത്രില്ലാണ്. ഈ സേവ് ചെയ്യണതും ഇൻവെസ്റ്റ് ചെയ്യണതും നമ്മുടെ കയ്യിൽ പൈസ എന്ന് പറഞ്ഞ സംഭവം തീർച്ചയായിട്ടും ഒരു ത്രില്ല് തന്നെയാണ്. നമുക്ക് അത് കിട്ടുമ്പോഴുള്ള പവർ ഭയങ്കര ഡിഫറൻ്റാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ബാലൻസ് ഇങ്ങനെ 0 ആക്കി കൊണ്ട് നടക്കുന്നതും എൻ്റെ അക്കൗണ്ടിൽ എപ്പോഴും ഒരു 1 lakh അല്ലെങ്കിൽ 10K ഉണ്ടെങ്കിൽ അത് തരുന്ന ഒരു ഫ്രീഡം, അത് തരുന്ന ഒരു ധൈര്യം, അത് തരുന്ന ത്രില്ല് ഭയങ്കര ഡിഫറൻ്റാണ്. അപ്പോൾ ഒന്നും സേവ് ചെയ്യാൻ പറ്റാത്തൊരു 100 രൂപ വെച്ചിട്ടെങ്കിലും സേവ് ചെയ്ത് തുടങ്ങാം. നമ്മളതിലേക്ക് പോവാം. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനായിട്ട് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്ത് അതിലേക്ക് എത്തിയതാട്ടോ. നമുക്കതല്ല, നമുക്ക് ഇങ്ങനെ ഫ്ലോയിൽ വരാം. ഇപ്പോൾ ഫയർ എന്നുള്ള സംഭവമുണ്ട്. ഓക്കെ. ഫയർ എന്ന് കേട്ടിട്ടുണ്ടോ? ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പ്ലസ് റിട്ടയർ ഏർലി എന്ന് പറയും. ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, അതുപോലെ ഏർലി റിട്ടയർമെൻറ്റ് വേണം. ഇത് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. ഇത് നമുക്ക് ഭയങ്കര വലിയ വലിയ വാക്കുകൾ അതിങ്ങനെ കാണാതെ പഠിച്ചു വയ്ക്കുക, അങ്ങനെ ഒന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താ? ഇത് ഈ ഫയർ എന്നുള്ള ഉദ്ദേശിക്കുന്നത്, ഫയർ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്നെ വിട്ടോ. ഫയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫയർ നമ്പർ അല്ലെങ്കിൽ സംഭവം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇത്ര X എന്നുള്ളൊരു എമൗണ്ട് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ബാലൻസ് അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ X എന്നുള്ള ഒരു എമൗണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണിക്ക് പോകാതെ ജീവിക്കാം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെറിയ പണിക്ക് തട്ടിമുട്ടിയിട്ട് എങ്ങനെയും ജീവിക്കാം. അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പണിക്ക് പോവാതെ ഈ നേരത്തെ ആര് പറഞ്ഞു എനിക്ക് കാറിൽ എപ്പോഴും ഫുൾ പെട്രോൾ അടിച്ചിടണമെന്ന്.
അപ്പോൾ എനിക്ക് പണിക്ക് പോകാതെ തന്നെ ആ ഫുൾ പെട്രോൾ അടിച്ചിടാനുള്ള പൈസ ഇങ്ങനെ എനിക്ക് വന്നുകൊണ്ടിരിക്കണം, എല്ലാ മാസം വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അത് ആ ഒരു പർട്ടിക്കുലർ നമ്പർ അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാകുന്ന ആ ഒരു പൈസേനാണ് ഫയർ നമ്പർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന് പല ഡെഫിനിഷൻസും പലരും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞതെന്നുള്ളൂ, നമ്മളിപ്പോൾ ഭയങ്കരമായ ഡെഫിനിഷനിൽ പോകണ്ട. ഓക്കെ, അപ്പോൾ ഈ ഫയർ നമ്പറിൻ്റെ ഉള്ളിൽ തന്നെ 3 ടൈപ്പ് ഫയർ ഉണ്ട്. ഇപ്പോൾ ഈ ലീൻ ഫയർ എന്ന് പറയും, ലീൻ ഫയർ നമ്പർ, പിന്നെ 4% റൂള്, പിന്നെ ഫാറ്റ് ഫയർ. ഓക്കെ, ഞാൻ ആദ്യം എന്താ പറഞ്ഞത്, ഇപ്പം എൻ്റെ കയ്യിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എക്സ് എന്നുള്ളൊരു നമ്പർ എത്തിക്കഴിഞ്ഞാൽ, ഓക്കെ, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എക്സ് എന്ന നമ്പർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണിക്ക് പോകാതെ ജീവിക്കണം. ഓക്കെ, അതാണ് ആ നമ്പർ എപ്പോൾ എത്തുന്നോ അപ്പോൾ എനിക്ക് റിട്ടയർ ആവാം. ആ നമ്പർ എപ്പോൾ എത്തുന്നോ അപ്പോൾ എനിക്ക് റിട്ടയർ ആവാം. നോർമലി ഒരാൾ റിട്ടയർ ആവുന്നത് 65 അല്ലെങ്കിൽ 70 എന്ന് പറഞ്ഞു. അത് നമുക്കൊന്ന് 5 കൊല്ലെങ്കിൽ 5 കൊല്ലം ഇപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു 10-15 കൊല്ലം ഇപ്പുറത്തേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും നല്ലത്. ഇപ്പോൾ അല്ലെങ്കിൽ ഒരു 40 പിടിച്ചോ, 40ലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലത്. 45 ആണെങ്കിലും അത്രയും നല്ലത് തന്നെ. 60ലേക്ക് പോകരുത്. ഓക്കെ, മാക്സിമം. ഇപ്പോൾ കാരണം അതിങ്ങനെ 40 ഇങ്ങനെ കറക്റ്റ് പിടിക്കാത്തത് വേറെ ഒന്നുമല്ല, ഇതിൽ പല പ്രായമുള്ള ആൾക്കാരുണ്ടാവും. 20 ഉള്ളവരുണ്ടാവും, 25 ഉള്ളവരുണ്ടാവും, 30 ഉള്ളവരുണ്ടാവും, 35 ഉള്ളവരുണ്ടാവും. അപ്പോൾ ഈ 35 ഞാൻ ഇപ്പോൾ 40ലേക്ക് ഏർലി റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഞാനൊരു കോമൺ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആവില്ല കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച്, നിങ്ങളുടെ സാലറിക്ക് അനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അറേഞ്ച് ചെയ്യാൻ നോക്കിക്കോളൂ. അപ്പോൾ ആദ്യത്തെ ഫയർ നമ്പർ പറയുന്നത് ലീൻ ഫയർ എന്നാണ് പറയുക. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആനുവൽ എക്സ്പെൻസസ്. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ആനുവൽ എക്സ്പെൻസസ് എത്രയാണ്. നമുക്ക് ഒരു ആവറേജ് സാലറി ഞാനൊരു 40,000 പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബേസിസിലാണ് ഇതിലത്തെ കാൽക്കുലേഷൻസ് ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങളുടെ സാലറി 20 ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കാൽക്കുലേഷൻസ് മാറ്റേണ്ടി വരും ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും. അത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല, വലിയ സംഭവമൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, ഇപ്പോൾ നമ്മളുടെ ആനുവൽ എക്സ്പെൻസസ് എത്രയാണ്. ഇപ്പോൾ 40 ആണെങ്കിലും 50 ആണെങ്കിലും നമുക്കറിയാലോ എല്ലാ മാസം ഒരു എക്സ്പെൻസസ് ആവില്ല. പക്ഷെ നമുക്കൊരു ആവറേജ് അറിയാൻ പറ്റും, ഇന്നതാണ് എൻ്റെ ആനുവൽ എക്സ്പെൻസ് വരുന്നത്. അല്ലെങ്കിൽ എനിക്ക് മാസം ഒരു 10-20,000 രൂപയാണ് എക്സ്പെൻസായിട്ട് വരുന്നത്. അപ്പോൾ അതിനെ 12 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ എടുക്കുന്നു, 12 കൊണ്ട് ഗുണിക്കുന്നു, എനിക്ക് എൻ്റെ ആനുവൽ എക്സ്പെൻസ് ഏകദേശം കിട്ടും. ഓക്കെ, അത് ആ ആനുവൽ എക്സ്പെൻസ് നമ്മൾ പ്ലസ് അതിൽ ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വന്നിട്ടാണ് നമ്മളൊരു 20ന് ഒരു 6.37 lakh ആക്കി. ഈ നമ്പർ നോക്കണ്ട. ഓക്കെ, ഈ നമ്പറിലേക്ക് ഫോക്കസ് ചെയ്ത് ഡൗട്ട് കൊണ്ടുവരണ്ട. ഇത് ഓരോരുത്തർക്കും ഓരോന്നാവട്ടെ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒരു മീഡിയമാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇൻറ്റു 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 20 കൊല്ലത്തേക്ക് എൻ്റെ ആനുവൽ എക്സ്പെൻസസ് ഏകദേശം എത്ര വരും എന്നുള്ള രീതിയിലെ കാൽക്കുലേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആനുവൽ ഒരു മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത് 20,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത് 20,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, ഓക്കെ, ഇത് മറന്നു വന്നിരിക്കുകയാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. 20,000 ഇൻറ്റു 12 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് 2,40,000 ആണ് എൻ്റെ ആനുവൽ എക്സ്പെൻസ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത് എത്രയാണ്, 20 കൊല്ലത്തെ ആനുവൽ എക്സ്പെൻസ് ആണ്. 20, അപ്പോൾ ഇൻറ്റു 20 കൊടുത്തു കഴിഞ്ഞാൽ 20 കൊല്ലത്തെ ആനുവൽ എക്സ്പെൻസ് വരാം 4.8 കോടിയാണ്. 48 ലക്ഷയ്ക്ക് വരാം. കണക്ക് തെറ്റിക്കണ്ട. ഒന്നുകൂടിയും പറയാം. എൻ്റെ മന്ത്ലി എക്സ്പെൻസ് ഇൻറ്റു 12% കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആനുവൽ എക്സ്പെൻസ് കിട്ടും. ഓക്കെ, അതിൽ ഒരു കാര്യം കൂടി വ്യത്യാസമുണ്ട്, പ്ലസ് ഇൻഫ്ലേഷൻ കൂടി ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻഫ്ലേഷൻ നമുക്ക് 4 to 7 എന്നുള്ള രീതിയിൽ വരും. നിങ്ങളൊരു 7 പിടിച്ചോ. 7 ഇൻഫ്ലേഷൻ കൂടി ആഡ് ചെയ്തിട്ട് 20 കൊല്ലത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പറാണ് നിങ്ങളുടെ ലീൻ ഫയർ നമ്പർ. ഓക്കെ, നമ്മളൊരു മീഡിയം പിടിച്ച് കൂട്ടുമ്പോഴാണ് ഈ 1.8 CR വരുന്നത്. ഒരു മീഡിയം പിടിച്ച് നോക്കുന്ന സമയത്താണ് 1.8 CR വരുന്നത്. ഈ 1.8 CR നിങ്ങൾ 20 കൊല്ലം കൊണ്ട് സേവ് ചെയ്തും ഇൻവെസ്റ്റ് ചെയ്തും ഉണ്ടാക്കേണ്ട എമൗണ്ടാണ്. അത് ലീൻ ഫയർ നമ്പറാണ്. അപ്പോൾ ഈ 1.8 CR
20 കൊല്ലം കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു പണിക്കോ അത് ജീവിക്കാന്ന്, അത് വിചാരിച്ച് ഈ 1.8 CR വെച്ചിട്ട് നമുക്ക് പോഷയും ഇതും വാങ്ങാൻ പറ്റില്ല. ലീൻ ഫയർ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു മിനിമലിസ്റ്റ് ലൈഫ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയർ നമ്പറാണ്. ഓക്കെ, ഈ ഫയർ നമ്പറിൻ്റെ അർത്ഥം ഫൈനാൻഷ്യലി ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. പണിക്ക് പോവാതെ ജീവിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. പണിക്ക് പോവാതെ ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കണമെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഫയർ നമ്പർ മാറ്റേണ്ടി വരും. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് ആ സമയത്ത് 20 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് 10 കോടി രൂപയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട രീതിയിൽ മാറ്റം വരുത്തേണ്ടി വരും കേട്ടോ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ആവറേജ് എന്നുള്ള രീതിയിലാണ് പിടിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് അപ്പോൾ നമ്മൾ ലീൻ ഫയർ നമ്പറാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നമ്പർ, ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ആ സമയത്ത് വരാൻ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു മിനിമലിസ്റ്റ് ജീവിതം ജീവിക്കാനുള്ളതായിരിക്കും. ഞാൻ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞു, വെറുതെ വീട്ടിൽ ഞാൻ ഇരിക്കുന്നു, ഗാർഡനൊക്കെ നനയ്ക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ എനിക്ക് സിനിമയ്ക്ക് പോകുന്നു, ചായ കുടിക്കാൻ പോകുന്നു, വീട്ടിൽ തിരിച്ചു വന്ന് എടുക്കുന്നു, അങ്ങനത്തെ ലൈഫൊക്കെ ആണെങ്കിൽ ഈ നമ്പർ ഓക്കെ ആയിരിക്കും. ഓക്കെ, ഈ നമ്പർ കിട്ടിയത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ നമ്പർ അച്ചീവ് ചെയ്തു എന്ന് വിചാരിക്കുക. എനിക്കിപ്പോൾ 25 വയസ്സുണ്ടെന്ന് വിചാരിക്കുക, 20 കൊല്ലം കൊണ്ട് 45 വയസ്സാകുമ്പോൾ ഞാൻ ഈ നമ്പർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണിക്ക് പോകാതെ ജീവിക്കാം. നേരത്തെ പറഞ്ഞ പോലെ പണിക്ക് പോകാതെ ജീവിക്കാം, ലക്ഷൂറിയസ് അല്ല, മിനിമലിസ്റ്റായിട്ട്. എത്ര കാലം പണിക്ക് പോകാതെ ജീവിക്കാം? ഇപ്പോൾ ഞാനൊരു 1.8 CR ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. ഓക്കെ, 1.8 CR ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. ഇതിൻ്റെ റൂള് പ്രകാരം ഫയർ നമ്പർ വൺസ് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മൾ ആനുവലി വിഡ്രോ ചെയ്യാൻ പോകുന്ന എമൗണ്ട്, ആനുവലി പറയുന്നത് ശ്രദ്ധിച്ചോളൂ, ഫയർ നമ്പർ എന്ന് പറഞ്ഞാൽ ഫയർ നമ്പർ ഉണ്ടാക്കി ആ ഫയർ നമ്പറിൽ നിന്ന് നമ്മൾ ആനുവലി വിഡ്രോ ചെയ്യാൻ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 4% ആയിരിക്കും. ഓക്കെ, 4% ആയിരിക്കും ആനുവലി. ശ്രദ്ധിച്ചോളൂ, ആനുവലി അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പോകുന്ന എമൗണ്ട് 4% ആയിരിക്കും. ആ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള കൊല്ലങ്ങളൊക്കെ നമ്മൾ ജീവിച്ചു പോകേണ്ടത്. അതായത് ആ എമൗണ്ട് വെച്ച് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 10-20 കൊല്ലം 30 കൊല്ലം ജീവിക്കാൻ പറ്റും പണിക്ക് പോവാതെ. ഓക്കെ, അതാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത് ലീൻ ഫയർ നമ്പർ. ഇതേപോലെ തന്നെ നമുക്ക് 4% റൂൾ എന്നുണ്ട്. 4% റൂള് ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആനുവൽ എക്സ്പെൻസസിനെ 25 കൊണ്ട്, നേരത്തെ 20 കൊണ്ടാണല്ലോ മൾട്ടിപ്ലൈ ചെയ്ത്, അതിന് പകരം ഇവിടെ 25 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1.6 CR ആയിരിക്കും. 1.6 CR 1.6 CRൻ്റെ 4% വെച്ചിട്ടാണ് നമ്മൾ ആനുവലി വിഡ്രോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 1.6 CRൻ്റെ 4% എന്ന് പറയുമ്പോൾ 6,40,000 വരുന്നുണ്ട്. അതായത് മന്ത്ലി 53,000 രൂപയായിരിക്കും. ഓക്കെ, അത് ഭയങ്കര ഹ്യൂജ് എമൗണ്ട് അല്ല. അപ്പോഴും ചിന്തിച്ചോളാം, 53,000 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ റൂൾ അനുസരിച്ച് ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ട് ലൈഫ് സ്റ്റൈൽ ഇവിടെയും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പക്ഷേ നമുക്ക് 53,000 എമൗണ്ട് ഉണ്ട്. ഇത് എന്ത് വെച്ചിട്ടാണ് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യണേ? എൻ്റെ ഇപ്പോഴത്തെ ലൈഫ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 20,000 ആണ് മന്ത്ലി. ഓക്കെ, അപ്പോൾ 20 കൊല്ലത്തിൻ്റെ അപ്പുറത്തെ എക്സ്പെൻസ് ഞാൻ ഇൻഫ്ലേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഏകദേശം 50,000 റേഞ്ച് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ശരിക്കും ഫയർ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതെല്ലാവർക്കും ഒരുപോലെ അല്ലാന്ന് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് മന്ത്ലി 50,000 വെച്ചിട്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് ലൈഫ് ഒന്ന് ആലോചിക്കുക. അപ്പോൾ അങ്ങനെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ സേവ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 1.6 CR ആണ്. ഓക്കെ, ഈ ഒരു എമൗണ്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 10, 20, 30 കൊല്ലം പണിക്ക് വേണ്ടി ജീവിക്കാം. അപ്പോൾ 40 വയസ്സിൽ നമ്മളിത് അച്ചീവ് ചെയ്തു എന്ന് വിചാരിക്കുക. ഞാൻ 40 വയസ്സിൽ എൻ്റെ ഫയർ നമ്പർ അച്ചീവ് ചെയ്തു. ഇപ്പോഴത്തെ ലൈഫ് എക്സ്പെൻസസ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണിക്ക് പോകണ്ട. ഇതിപ്പോൾ പക്ഷേ ഈ 1.6 കോടി രൂപ വെച്ചിട്ട് എനിക്കിപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. 50,000 മാസം കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഒരു ഫോണും കാറും വാങ്ങിച്ച് EMI ഇട്ടാൽ തന്നെ അത് തീരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പണിക്ക് പോകണ്ട, പക്ഷേ ജീവിക്കാനുള്ള പൈസ ഇവിടെ വരും. അതോടുകൂടി നമ്മൾ ജീവിതം അവിടെ നിർത്താമെന്നല്ല. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും അവിടെ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് നമുക്ക് വേണമെങ്കിൽ മാക്സിമം റിസ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. നമുക്ക് വേറെ വല്ല ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാം. അതായത് ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ പിറ്റേ ദിവസം റവന്യൂ വരില്ലല്ലോ. പക്ഷേ റവന്യൂ വന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലല്ലോ. എനിക്കിപ്പുറത്ത് വേറെ എല്ലാ മാസം പൈസ ഇങ്ങനെ വരുന്നുണ്ട് ജീവിക്കാനുള്ളത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു സൈഡിൽ ഈ പൈസ നിർത്തി റിസ്ക് എടുക്കരുത്, വേറെ സൈഡിൽ എനിക്ക് വേണമെങ്കിൽ റിസ്ക് ട്രൈ ചെയ്യാം. ജോലി പോകുമെന്നുള്ള പേടി വേണ്ട. ഓക്കെ, ഇവിടെ നമ്മൾ ആകെ കില്ല് ചെയ്യണ ആ പേടി എന്ന് പറഞ്ഞാൽ ജോലി എന്നുള്ള സാധനത്തിനാണ് ഇവിടെ കില്ല് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ജോലി പോകുന്നുള്ള പേടി കളഞ്ഞു. ബിക്കോസ് എനിക്ക് സാലറി വരുന്നുണ്ട്. ഇത് സാലറി ആയിട്ട് എന്നെ കരുതിക്കോ, എനിക്ക് സാലറി വരുന്നുണ്ട് എൻ്റെ ജീവിതം കണ്ടിന്യൂ ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ സൈഡിൽ വേറെ എന്തെങ്കിലും ചെയ്യാം.
ഓക്കെ, അങ്ങനത്തെ ഒരു സൈഡും കൂടി ഉണ്ട് ഇനി ഇത് പോരാ, എനിക്കത് മന്ത്ലി 50,000 പോരാ, 50,000 വെച്ചിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ 4% റൂളിൻ്റെ ഈ ഫയർ എനിക്ക് ഓക്കെ അല്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നുണ്ടെങ്കിലാണ് നമ്മളതൊന്നും കൂടി ഒന്ന് മാറ്റി പിടിച്ച് നമ്മൾ മന്ത്ലി എക്സ്പെൻസസിനെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. മന്ത്ലി എക്സ്പെൻസസിനെ 50 കൊണ്ട്, ഇവിടെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന മന്ത്ലി എക്സ്പെൻസസ് ഞാനിവിടെ 20,000 വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത് കേട്ടോ. അതായത് 40,000 സാലറി ഉള്ള വ്യക്തിനെ വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷനാണിത്. അങ്ങനെയാണ് 3.2 കോടി എന്നുള്ള രീതിയിലെത്തണേ. ഓക്കെ, ഈ 3.2 കോടി നമ്മൾ ഉണ്ടാക്കി. ഇവിടെ നമ്മൾ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 7% ആണെന്ന് വിചാരിക്കുക. 7% ആണ് നമ്മൾ വിഡ്രോ ചെയ്യാൻ പോകണമെന്ന് ഉദ്ദേശിക്കുക. അങ്ങനെയാണെങ്കിൽ അതൊരു എമൗണ്ടാണ്. നേരത്തെ പറഞ്ഞ പോലെയല്ല, നേരത്തെ നമ്മളൊരു എമൗണ്ട് ഉണ്ടാക്കി, ചെറിയ ഡിഫറൻസസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 2 കേസിലും 4% വെച്ചിട്ടാണ് ഞാൻ വിഡ്രോ ചെയ്തത്. പക്ഷേ അവിടുത്തെ 1.3 CR 1.6 CR ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചെറിയ മാറ്റം വരുന്നു. ഇത് ഫാറ്റ് ഫയറാണ്. ഫാറ്റ് ഫയർ ഡിഫറൻസ് എന്താ, ഉണ്ടാക്കാൻ പോകുന്ന നമ്മൾ ലക്ഷ്യമിടുന്ന എമൗണ്ട് മാറി, 3.2 CR ആയി. അതായത് നമ്മളുടെ ആനുവൽ എക്സ്പെൻസസിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് 50 കൊണ്ടാണ്, കുറച്ച് കയറ്റി പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എമൗണ്ട് 3.2 CR ആണ്. ഞാൻ ചിലപ്പോൾ ഇവിടെ വിഡ്രോ ചെയ്യാൻ പോകുന്ന എമൗണ്ട് 3.2 CR വരും. 3.2 CR അത് ആനുവലി എത്ര വരും? 3.2 CRന് 7% എന്ന് പറയുമ്പോൾ ആനുവലി 22.4 ലക്ഷമായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ജീവിക്കുന്നത് 6.3 ലക്ഷം വെച്ചിട്ടാണ്. ഞാൻ 6.3 ലക്ഷം വെച്ചിട്ടാണ്. പക്ഷേ എനിക്ക് ആ സമയത്ത്, ഞാൻ റിട്ടയർ ആവുന്ന സമയത്ത് എൻ്റെ കയ്യിൽ മന്ത്ലി ജീവിക്കാൻ 22 ലക്ഷം വരും ആനുവലി. ആ 22 ലക്ഷം, 22.4 ലക്ഷം എന്ന് പറഞ്ഞാൽ മന്ത്ലി 1.86 ലാക്കാണ്. അതൊരു എമൗണ്ടാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ 50,000 അല്ല ഇവിടെ വരാം, മന്ത്ലി അറൗണ്ട് 2 ലക്ഷത്തിൻ്റെ അടുത്തുള്ള എമൗണ്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ലക്ഷറിയും കാര്യങ്ങളൊക്കെ പിടിക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കാം, മിനിമലിസ്റ്റ് ലൈഫ് വേണോ, ഒരു മീഡിയം ലൈഫ് വേണോ, എന്നാൽ കുറച്ച് ലക്ഷറി പിടിച്ചിട്ടുള്ള ലൈഫ് വേണോ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ലീൻ ഫയർ വേണോ, 4% ഫയർ വേണോ, അതോ നിങ്ങൾക്ക് വേണ്ടത് ഫാറ്റ് ഫയർ ആണെന്നോ? അപ്പോൾ ഓരോരുത്തരെയും ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങളുടെ അടുത്ത് ഇതാണ് നിങ്ങൾ വേണ്ടത്. എല്ലാവരും ഫാറ്റ് ഫയറിന് വേണ്ടിയിട്ട് ജീവിക്കൂ, എല്ലാവരും ലീൻ ഫയറിൽ മിനിമലിസ്റ്റിക് ആയിട്ട് ജീവിച്ചാൽ മതി. എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ട്രേറ്റിനനുസരിച്ച് അത് മാറും. ഇപ്പോൾ ഞാൻ എന്നുള്ള വ്യക്തി, അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ജീവിതമാണ് ഞാൻ ജീവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഫാറ്റ് ഫയർ ആയിരിക്കും ചൂസ് ചെയ്യാൻ പോവുക. നല്ല രസമാണ് ഇത് കാണുമ്പോൾ. 3.2 CR വരുന്നുണ്ട്, 1.8 ലാക്ക് മന്ത്ലി വരുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് എനിക്കൊന്ന് ആഞ്ഞു പിടിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ജീവിക്കാനൊക്കെ പറ്റും. അത് വിചാരിച്ച് എല്ലാവരും ഫാറ്റ് ഫയറിന് പോയി പുറകെ പോകാനൊന്നും ഞാൻ പറയില്ല. എല്ലാവരുടെയും ലൈഫ് ഡിഫറൻ്റ് ആണ്, എല്ലാവരുടെയും ആവശ്യങ്ങൾ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് ഫയർ ആയിരിക്കും ചൂസ് ചെയ്യുക? ലീനാണോ, 4% ആണോ, ഫാറ്റ് ഫയർ ആണോ? ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ പറ്റും. ഏതായിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പോണേ? അനിൽ പറയുന്നു ഫാറ്റ് ഫയർ ആണെന്ന്. 20 സാലറി കറക്റ്റ് അല്ല, വർക്കിനനുസരിച്ചാണ്, മനസ്സിലായി. അപ്പോൾ നമ്മൾ മാക്സിമം എൻ ചെയ്യാൻ ശ്രമിച്ചോളൂ കേട്ടോ. എന്തായിരിക്കും നിങ്ങൾ ഏത് ഫയർ നമ്പർ ആയിരിക്കും ചൂസ് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്തേ. എവിടെ ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഫാറ്റ് ഫയർ, എല്ലാവരും ഫാറ്റ് ഫയർ. ഇത് എന്തുകൊണ്ടാണ് എല്ലാവരും ഫാറ്റ് ഫയർ പറയണമെന്ന് അറിയോ? എല്ലാ മാസം നമുക്ക് 1.8 ലാക്ക് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാവരും ഫാറ്റ് ഫയർ പറയുന്നത്. അത് ഞാൻ പറഞ്ഞു, ആ നമ്പർ കേൾക്കുമ്പോൾ രസമാണ്, പക്ഷെ അത് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നേരത്തെ പറഞ്ഞ ബാക്കി ഫയറിൻ്റെ ഡബിൾ എമൗണ്ട് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഡബിൾ എഫേർട്ട് ഉണ്ട്. 20 കൊല്ലം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ 20 കൊല്ലം ഞാൻ പറയുന്നില്ലേ, നിങ്ങൾക്കത് 5 കൊല്ലം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 5 കൊല്ലം കൊണ്ട് അച്ചീവ് ചെയ്തോ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയർ നമ്പർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 30 കൊല്ലം 40 കൊല്ലം എങ്ങനെയാണ് വരിക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 3.2 CR ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ നേരത്തെ ഈ 7% നമ്മളൊരു FDയിൽ ഇട്ട് കഴിഞ്ഞാൽ 7% നമുക്ക് ആനുവലി കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ പൈസ അവിടെ എടുക്കുന്നുണ്ട്. FDയിൽ 3.2 ലാക്ക്. ഞാൻ FD പ്രൊമോട്ട് ചെയ്യുന്ന, യാതൊരുവിധ തരത്തിലും പ്രൊമോട്ട് ചെയ്യുന്ന, എൻ്റെ മൈൻഡ് അങ്ങോട്ട് പോകുന്ന ഒരു വ്യക്തിയല്ല കേട്ടോ. ഞാൻ ഒരു എക്സാമ്പിൾ വേണ്ടി മാത്രമാണ് പറയുന്നത്, അതിൻ്റെ മുകളിൽ ജഡ്ജ് ചെയ്യരുത്. ഓക്കെ, 3.2 CR ഞാൻ ഉണ്ടാക്കി എന്ന് വിചാരിക്കുക.
ഓക്കെ, 5 കൊല്ലം കൊണ്ടോ 10 കൊല്ലം കൊണ്ട് 20 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഞാനത് FDയിൽ ഇട്ടു എന്ന് വിചാരിക്കുക. എന്നാലും 7% കിട്ടില്ലെങ്കിൽ 7% കിട്ടും. ഓക്കെ, 7% കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ എമൗണ്ടായി. അപ്പോൾ അൺലിമിറ്റഡ് വിഡ്രോവൽ നമ്മൾ എത്ര കാലം ജീവിക്കുന്നോ അത്രയും കാലം അവിടെ ഉണ്ട്. ആ 3.2 CR അവിടെ എടുക്കുന്നുണ്ട്. അതായത് ഇത് അൺലിമിറ്റഡ് വിഡ്രോവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എത്ര കൊല്ലം കൊണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ചിന്തിച്ച് ടെൻഷൻ ആവേണ്ട. എത്ര കൊല്ലം വേണമെങ്കിലും വിഡ്രോ ചെയ്യാം, അങ്ങനെ വിചാരിച്ചാൽ മതി. നമ്മൾ അത് ടോട്ടൽ ഫൈനാൻഷ്യൽ ഫ്രീഡം. ഓക്കെ, നമ്മൾ പിന്നെ പണിക്ക് പോയേ വേണ്ട. അതിൻ്റെ ഇടയിൽ പോയിട്ട് ഓരോ ആവശ്യമില്ലാത്ത പരിപാടികൾ പിടിക്കാണ്ടിരുന്നാൽ മതി. നമുക്ക് സിമ്പിളല്ല, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ജീവിക്കാൻ പറ്റുന്ന എമൗണ്ട് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റുക. ഓക്കെ, ഇനി ഈ ഫയർ നമ്പർ ഇതിപ്പോൾ കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ട്. ഈ പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാം, ഇത് ചെയ്യാം, അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, ഓക്കെയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കും? നമ്മൾ ഇപ്പോൾ ജീവിച്ചു വരുന്ന നേരത്തെ പറഞ്ഞു എനിക്ക് മിച്ചം പിടിക്കാൻ പറ്റുന്നില്ല, എൻ്റെ സാലറി തികയുന്നില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇതെല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ആ 10 പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേർക്കും ഈ പ്രശ്നം ഉണ്ടാവും. എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ വിചാരിച്ചിട്ട് നടക്കണില്ല, എനിക്ക് രക്ഷയില്ല. ഞാൻ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ പ്രശ്നം എന്താ? ഞാൻ ആമസോൺ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറക്കണ പോലെ ഞാൻ ആമസോൺ ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടും മിന്ത്രയും പിടിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഓഫർ എവിടെയെങ്കിലുമൊക്കെ വന്നെടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എനിക്ക് അത് വാങ്ങണം, ഡ്രസ്സ് വാങ്ങണം, ഷൂ വാങ്ങണം, അത് വാങ്ങണം, ഇത് വാങ്ങണം, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം എൻ്റെ ഒരു ബാഡ് ഹാബിറ്റ് അങ്ങനെ ഒരു പർച്ചേസ് ചെയ്യില്ല. എല്ലാ പർച്ചേസും എൻ്റെ നീഡ് തന്നെ ആവാറില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതും എൻ്റെ ഒരു ബാഡ് ഹാബിറ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നുണ്ടാവും. ചിലർക്ക് മദ്യപിക്കലായിരിക്കും, ചിലവർക്ക് സിഗരറ്റ് വലിക്കണമായിരിക്കും, ചിലവർക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഞാനത് ജഡ്ജ് ചെയ്യാൻ പറഞ്ഞല്ല, ഞാൻ വീണ്ടും പറയാം. എല്ലാവരും ഇഷ്ടങ്ങളാണ്, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ളതുണ്ടാവും. ചിലപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയോ കട്ട് ചെയ്യുകയോ നമ്മളൊന്ന് ടൈറ്റ് പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലാത്ത പൈസ ഒക്കെ ഉണ്ടായിരുന്നു വരും. ഓക്കെ, ബാങ്ക് അക്കൗണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഡെയിലി ഗൂഗിൾ പേക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ആ ബാങ്ക് അക്കൗണ്ടിലാണ് നിങ്ങൾ 100 രൂപ സേവ് ചെയ്യാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നടക്കില്ല. അതിനും ഭേദം ഒരു കാശും കൊടുക്കും, 5 സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും വർക്കാവും. ഈ സാധനം ഈ ഗൂഗിൾ പേ എന്നുള്ള സംഭവം ഉള്ളതുകൊണ്ട് എല്ലായിടത്തും പോയിട്ട് നമ്മൾ സ്കാൻ ചെയ്യും. അപ്പോൾ അത് വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല ബാങ്ക് അക്കൗണ്ടിൽ. അപ്പോൾ ഒരാൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് അല്ല വേണ്ടത്, അതുകൊണ്ട് ഒരു 3-4 അക്കൗണ്ടൊക്കെ ഉള്ളത്, 3 അക്കൗണ്ടെങ്കിലും ഉള്ളത് വളരെയധികം നന്നായിരിക്കും. ഓക്കെ, അതും നമുക്കതൊന്ന് ഈ കാര്യം നമ്മൾ പറയുന്നത് ഒരു 40,000 സാലറി ഉള്ള വ്യക്തിയുടെ മുകളിലാണ്. അതിനർത്ഥം 20,000 സാലറി എന്ന് പറയുന്നത് മോശം എന്നല്ല. ഇപ്പോൾ 20,000 30,000 സാലറി ഉള്ള വ്യക്തികൾ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങളുടെ സാലറി കൂട്ടുന്ന തരത്തിൽ ഒന്ന് മോഡിഫൈ ചെയ്ത് വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസിലേക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഏർലി റിട്ടയർമെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടി ഇരുന്നിട്ടാണ്. ഇപ്പോൾ ഏർലി റിട്ടയർമെൻറ്റ് എന്നുള്ള സാധനം വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ ടൈറ്റ് ആവേണ്ടി വരും, കുറച്ച് അധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അല്ലാതെ നോർമലി ഇപ്പോൾ പോണ പോലെ തന്നെ ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 40-50 നിങ്ങൾക്ക് റിട്ടയർ ആകാൻ പറ്റില്ല, 60 ചിലപ്പോൾ റിട്ടയർ ആകാൻ പറ്റില്ല. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇന്ന് നിങ്ങൾക്കൊരു SIP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ലത്. ഓക്കെ, സ്റ്റാർട്ട് ടുഡേ എന്നത് ചൈനീസ് saying ഉണ്ട്. ദ ബെസ്റ്റ് ടൈം ടു പ്ലാന്റ് എ ട്രീ വാസ് 20 years ago. ദ സെക്കൻഡ് ബെസ്റ്റ് ടൈം ഈസ് നൗ. നാളെയല്ല, നൗ. ഇപ്പം തുടങ്ങാമെന്നുള്ളതാണ് എപ്പോഴും ബെസ്റ്റ്. അപ്പോൾ നമ്മളെ സാലറിയും കാര്യങ്ങളൊക്കെ വെച്ച് എങ്ങനെ പ്ലാൻ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ക്ലാസ്സിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല കേട്ടോ. നമ്മളിതിൻ്റെ ഒരു ഓൾറൗണ്ട് എന്നുള്ള രീതിയിൽ പതുക്കെ ഒന്ന് പറഞ്ഞു പോവാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെഷൻസിലൊക്കെ ആയിട്ട് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും, ഇൻഷുറൻസിനെ പറ്റി സംസാരിക്കേണ്ടി വരും, വേറെ കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പരിമിതിക്ക് നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഒറ്റയടിക്ക് ഇത് ഒരുമിച്ച് പറഞ്ഞു തീർക്കാൻ എനിക്ക് പറ്റില്ല. ഇത് കേട്ടിരിക്കാൻ നിങ്ങൾക്കും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാലറി വെച്ച് എന്തൊക്കെ ചെയ്യാമെന്നൊന്ന് എഴുതി നോക്കാം. നമ്മൾ എവിടേക്കാണ് സ്പെൻഡ് ചെയ്യണം, നമ്മളെ അക്കൗണ്ടൊക്കെ എടുത്തിട്ട് എവിടേക്ക് ഈ പൈസ പോകണം. എൻ്റെ കയ്യിൽ 10 പൈസ ഇരിക്കണമല്ലോ. അപ്പോൾ അത് ഞാൻ ആദ്യം മനസ്സിലാക്കണം, ഞാൻ എന്താ ഈ പൈസ കൊണ്ട് ചെയ്യുന്നേ. ഞാൻ ഒന്ന് സമയം എടുത്ത് ഒരു ബുക്ക് എടുത്ത് ഒന്ന് എഴുതുക. എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളോ ആവശ്യമില്ലാത്ത സാധനങ്ങളോ എവിടേക്ക് ഞാൻ കയറി സ്പെൻഡ് ചെയ്യേണ്ടത്, അനാവശ്യമായിട്ട് എവിടേക്ക് ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അത് സാലറി വെച്ചല്ല, നിങ്ങളുടെ ടോട്ടൽ ഇൻകം എന്നുള്ള രീതിയിൽ അത് നിങ്ങളുടെ എക്സ്പെൻസസ് ഒന്ന് റൈറ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യുക. എന്നിട്ട് എല്ലാം എഴുതാട്ടോ, 5 രൂപ 5 രൂപ അത് എഴുതി വയ്ക്കുക. ഓക്കെ, എല്ലാം എഴുതി വയ്ക്കുക. എന്നിട്ട് അതിനെ നീഡ് വോണ്ട് സേവിങ്സ് എന്നുള്ള രീതിയിലേക്ക് ഒന്ന് മാറ്റുക. ഓക്കെ, നീഡും വോണ്ടും അതെന്താ നിങ്ങൾക്ക് ആവശ്യമുള്ളതിലേക്ക്. അതായത് ഇപ്പോൾ ഞാൻ പൈസ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്
ഞാൻ പൈസ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അരി വാങ്ങാനാണെങ്കിൽ തീർച്ചയായിട്ടും അത് നീഡാണ്. അരി വാങ്ങാനുള്ള ഇത് നീഡാണ്, ഫുഡിൻ്റെ അണ്ടറിൽ നീഡ് വരും. ഓക്കെ, അത് ഞാൻ ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ആഴ്ചയിൽ ഞാൻ 2000 ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നീഡിൽ ഉൾപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അതിൻ്റെ നീഡിൻ്റെ അപ്പുറത്തേക്ക് പോകും, അത് വോണ്ട് എന്നുള്ള കാറ്റഗറിയിലേക്ക് ആയിരിക്കും ചിലപ്പോൾ പോവുക. ഓക്കെ, നീഡും വോണ്ടും വ്യത്യാസമുണ്ട്. ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്നുള്ള രീതിയിലേക്കെങ്കിലും കാറ്റഗറൈസ് ചെയ്യുക. ഓക്കെ, ഈ സംഭവം 50%. അപ്പോൾ നമുക്ക് 40,000 സാലറി കിട്ടി, അതിൽ 50% നമ്മൾ സ്വാഭാവികമായിട്ടും നീഡിലേക്ക് പോവുക. അതിൽ റെൻറ്റും ഗ്രോസറീസും ബാക്കി സാധനങ്ങളും ഈ ബേസിക് ക്ലോത്തിങ് എന്നാണ്, അല്ലാണ്ട് ക്ലോത്തിങ് എന്നല്ല. അപ്പോൾ അനാവശ്യ ഡ്രസ്സ് വാങ്ങിക്കൂട്ടുന്ന സംഭവത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ, പിന്നെ ട്രാവൽ വർക്ക്, ഇതൊക്കെ നമ്മുടെ അത്യാവശ്യമുള്ള കാര്യങ്ങളാട്ടോ, അത്യാവശ്യമുള്ള കാര്യം. ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഇപ്പോൾ മന്തി കഴിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂട്ടാൻ പറ്റില്ല, അരി വാങ്ങണതാണ് ഇതിൻ്റെ ഉള്ളിൽ കൂട്ടാൻ പറ്റുക. ഓക്കെ, അപ്പോൾ 40,000 സാലറിയിൽ 20,000 ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തീർക്കേണ്ടി വരും. ഇനി ഞാൻ പറയാം 2 ടൈപ്പ്. ഇപ്പോൾ ചിലർക്ക് ഈ 20,000 നീഡിൽ കൂട്ടിയാൽ കൂടില്ല, 40,000 കിട്ടിയാൽ 30,000 നീഡിലേക്ക് പോകും. അപ്പോൾ ഞാൻ അവരായിട്ട് തർക്കിക്കാറില്ല, എനിക്കറിയാം അങ്ങനെ ഒരു അവസ്ഥയുണ്ട് തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് 20,000 നീഡില്ല, എനിക്ക് 10,000 ഉള്ളിൽ നീഡ് തീരും, അപ്പോൾ ബാക്കി 10 രൂപ എനിക്ക് പൊട്ടിച്ച് കളയാം. അങ്ങനെയല്ല. ഓക്കെ, കാരണം എല്ലാവർക്കും റെൻ്റ് ഉണ്ടാവില്ല, റെൻ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു വരില്ല, ചിലപ്പോൾ ചിലർക്ക് ഇതിനും കൂടുതൽ വന്നൊന്നും വരാം. അപ്പോൾ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുന്നത്, ഇത് ജനറലായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 10,000 എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ അത് ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് കുറച്ച് പൊട്ടിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ എക്സ്ട്രാ വരുന്ന എമൗണ്ട് നമ്മൾ എവിടെയാണ്, ഇവിടേക്ക് കൊണ്ടുവരേണ്ടത്, സേവിങ്സിലേക്കാണ് കൊണ്ടുവരേണ്ടത് കേട്ടോ, സേവിങ്സിലേക്ക്. ഓക്കെ, ജനറലി പറയുകയാണെങ്കിൽ 50% നീഡ്, 20,000 നമ്മൾ നീഡിലേക്ക് പോകും. 30% നമ്മളുടെ ഈ ഹോബീസ്, പാഷൻ, അപ്പ് സ്കില്ലിങ്, ഇത് ഡൈനിങ് ഔട്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മന്തി കഴിക്കൽ നീഡല്ല, മന്തി കഴിക്കൽ വോണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് മാറും. ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുകയാണ്. ഇപ്പോൾ മാസത്തിൽ 4 വട്ടം പോകുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അത് തെറ്റൊന്നുമല്ല, അപ്പോൾ നമ്മൾ എല്ലാവരും പോകണം തന്നെ. അത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 4 വട്ടം കട്ട് ചെയ്യാനല്ല പറഞ്ഞാൽ 1 വട്ടം കട്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ കുറച്ച് കയറ്റാൻ പറ്റും, സേവിങ്സിൽ കുറച്ച് കൂട്ടാൻ പറ്റും. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ചിലപ്പോൾ 1 മന്തി ആയിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടാവുക, ചിലപ്പോൾ 250 രൂപയായിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അത് ആനുവലി ചിന്തിക്കുമ്പോൾ വലിയ മാറ്റമാണ്. ഓക്കെ, അത് ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 1 രൂപ സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ 1 രൂപ സേവ് തന്നെ വേണം. ഓക്കെ, അപ്പോൾ നീഡ്, വോണ്ട്, അതുപോലെ സേവിങ്സ്, ഇതിനനുസരിച്ച് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സാലറി എങ്ങോട്ടാണ് പോകണമെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ, എന്നിട്ട് ആ സാധനം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഅറേഞ്ച് ചെയ്തിട്ട് ഈ സെറ്റപ്പിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. പിന്നെ ഈ സെറ്റപ്പ് എല്ലാവർക്കും ഒരുപോലെ ആവില്ല. അപ്പോൾ ഇത് കൂടുതലുള്ളവർ ഇവിടെ ഒന്ന് ടൈറ്റ് പിടിക്കുക. എങ്ങനെ ചെയ്താലും 20% എങ്ങനെയെങ്കിലൊക്കെ സേവ് ചെയ്യാൻ നോക്കണം. എന്നാലാണ് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഫയർ നമ്പറിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് 20% സേവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി സാലറി ഉള്ള ജോലിയിലേക്ക് ശ്രമിക്കേണ്ട സമയമായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഒരു ഇൻകം സോഴ്സും കൂടി, ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം കൂടിയും കണ്ടുപിടിക്കേണ്ട സമയമായിട്ടുണ്ട്. അല്ലാതെ എന്നെ കൊണ്ട് ഇത് നടക്കില്ല കേട്ടോ, ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല, ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ ഒരു 10-20 കൊല്ലം ഇരിക്കാം, ഒരു 60 വയസ്സാകുമ്പോഴും ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയരുത്. അത് എനിക്കറിയാം ബുദ്ധിമുട്ട് തന്നെയായിരിക്കും, പക്ഷേ ബുദ്ധിമുട്ടിയാൽ തന്നെയാണ് നമുക്ക് ആ സംഭവം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല, അത് ബുദ്ധിമുട്ടാൻ തയ്യാറായവർക്ക് മാത്രം ഉള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടാൻ തയ്യാറായ കുറച്ച് ആൾക്കാരെങ്കിലും ഇതിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് മാറ്റണം. ഇനി ഈ 20%, 40,000 സാലറി വാങ്ങുന്നതിൻ്റെ 20%മാണ് 8,000 രൂപ. ഈ 20% വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ? ഇതിപ്പോൾ സേവ് ചെയ്യാന്ന് പറഞ്ഞു, സേവ് ചെയ്ത് വെച്ചിട്ട് എന്താ കാര്യം? അവിടെ ഇൻഫ്ലേഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ എന്ത് കിട്ടാനാ? ഓക്കെ, എന്ത് കിട്ടാനാ എന്നുള്ള ഡൗട്ട് നമുക്ക് വരാം. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞതുമായിട്ട് കുറച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. നമുക്ക് ആനുവൽ സാലറി മൊത്തം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 50K ഉണ്ടെങ്കിൽ 20K അല്ലേ പറ്റുള്ളൂ. ലീൻ ഫെയർ കിട്ടാൻ സാലറി കൂടിയാൽ ഫാറ്റ് ഫെയർ ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള സാലറി വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ലീൻ ഫെയർ ആണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്കൊന്ന് അപ്പ് സ്കിൽ ചെയ്തിട്ട് സാലറി ഒക്കെ ഒന്ന് അത്യം കൂടി ബെറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഫാറ്റ് ഫെയറിലേക്ക് കടക്കാൻ പറ്റും. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എല്ലാവരും അടുത്ത് ഫാറ്റ് ഫെയറിലേക്ക് ടാർഗറ്റ് ചെയ്യാനേ പറയുള്ളൂ. പക്ഷേ ഭയങ്കര സ്ട്രെസ് എടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആവരുത്. അപ്പോൾ ഒരു മീഡിയമെങ്കിലും പിടിക്കുക, ഒരു 2 കൂടിയെങ്കിലും ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, നമുക്ക് പണിക്ക് വേണ്ടി ജീവിക്കാനാണ്. ഇപ്പോൾ പണിക്ക് വേണ്ടി ജീവിക്കാമെന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ലാണ്ടിരിക്കുക.
ഓക്കെ. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞ 50, 30, 20 ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അത് ക്ലിയർ ചെയ്ത് അടുത്തൊരു ഭാഗത്തിലേക്ക് കടക്കാം. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പ്ലസ് റിട്ടയർ ഏർലി റിട്ടയർമെൻറ്റും ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അല്ല, ആ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് മന്ത്ലി 40,000 സാലറി കിട്ടുന്ന വ്യക്തി എന്നുള്ള രീതിയിലാണ്. ഓക്കെ. അപ്പോൾ അവൻ്റെ എക്സ്പെൻസസ് ഈ നീഡ് എന്ന് പറയുന്നത് അറൗണ്ട് 20,000 വരും. അതൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് 6.3 എന്നുള്ള രീതിയിൽ എത്തിയത്. അപ്പോൾ നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് എത്രയാണെന്ന് നോക്കുക, ഇൻറ്റു 12 കൊടുത്തു കഴിഞ്ഞാൽ ആനുവൽ എക്സ്പെൻസ് കിട്ടും. ഓക്കെ. അത് ഇൻറ്റു 20 കൊല്ലമാണ് അവിടെ കൂട്ടുന്നത്, പ്ലസ് ഇൻഫ്ലേഷൻ വരും കേട്ടോ അവിടെ. പിന്നെ ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. ഇപ്പോൾ ഏറ്റവും കുറച്ചും കൂടിയും അഡ്വാൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് ഫയർ കാൽക്കുലേറ്ററിന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവും. അഡ്വാൻസ് ഫയർ കാൽക്കുലേറ്ററിന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കിട്ടും. ഫയർ കാൽക്കുലേറ്ററിന് കാൽക്കുലേറ്റ് ചെയ്താലും സംഭവം കിട്ടും. ഇപ്പോൾ ഈ ഇത് വേറൊരു സംഭവം കൂടി ഉണ്ട്. ഈ ഫയർ കാൽക്കുലേറ്ററൊക്കെ ശരിക്കും ഇപ്പോൾ 1930, 60 ആ കാലഘട്ടത്തിൽ അമേരിക്കയുടെ ലൈഫ് സ്റ്റൈലൊക്കെ വെച്ചിട്ടുള്ള കാൽക്കുലേഷനാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തി. അപ്പോൾ നമ്മൾ അമേരിക്കയിലല്ല ജീവിക്കണം, ഇന്ത്യയിലാണ്. ഓക്കെ. അമേരിക്കയിലത്തെ ഇൻഫ്ലേഷൻ അല്ല ഇവിടുത്തെ ഇൻഫ്ലേഷൻ. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. അപ്പോൾ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അഡ്വാൻസ്ഡ് ഫയർ കാൽക്കുലേറ്റർ ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് അതിൽ നോക്കുന്നത് തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ. പിന്നെ കുറച്ച് ടൈറ്റ് പിടിക്കണം. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു, നമ്മൾ ഈ 20% നമ്മുടെ സാലറിയുടെ 20% നമ്മൾ സേവ് ചെയ്തു. ഈ സേവ് ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇന്ന് ഞാനൊരു 100 രൂപ സേവ് ചെയ്യുന്ന നോക്കി, അടുത്ത കൊല്ലം കൊണ്ട് നമ്മുടെ ഇൻഫ്ലേഷൻ അറൗണ്ട് 7 ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ പറഞ്ഞ് 93 രൂപയാവും മാറുന്നു. നമുക്ക് എവിടെ ഇരിക്കണം എല്ലാവർക്കും അറിയാൻ ഞാൻ വിശ്വസിക്കുന്നു, ബിക്കോസ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട്. ഓക്കെ. അപ്പോൾ പൈസയായിട്ടല്ല ചെയ്യേണ്ടത്. പൈസയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പണി കിട്ടുമെന്ന് അറിയാം. ഇത് നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യണമെന്നും എനിക്ക് ഉറപ്പാണ്. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ രണ്ടാമതൊരു ഡിസ്കഷനിൽ പോകുന്നില്ല. അപ്പോൾ ഞാൻ നേരെ ഈ 20% വെച്ചിട്ട് അല്ലെങ്കിൽ 8,000 രൂപ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു. ഇനി 40,000 രൂപയുള്ളവന് മാത്രമല്ല ഈ 8,000 രൂപ മന്ത്ലി സേവ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. ചിലപ്പോൾ 20,000 ജോലിയുള്ളവനും അത് പറഞ്ഞത് ഇത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അപ്പോൾ ഈ 8,000 വെച്ചിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ 50,000 സാലറി ഉള്ള വ്യക്തിക്ക് പോലും ഈ 8,000 സേവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതിപ്പോൾ. പക്ഷേ ആൾക്ക് 100 രൂപ സേവ് ചെയ്യാം, അല്ലെങ്കിൽ ആൾക്ക് വേണമെങ്കിൽ 500 സേവ് ചെയ്യാം, ഉറപ്പായിട്ടും പറ്റും. അല്ലെങ്കിൽ ആൾക്ക് 1,000 രൂപ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ 1,000 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും പോയിട്ട് 8,000 വെച്ച് സ്റ്റാർട്ട് ചെയ്യാനല്ല പറഞ്ഞത്. അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനും ബെറ്ററാണ് എന്തെങ്കിലും ചെയ്യുക. 100 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. സ്റ്റാർട്ട് നൗ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വീണ്ടും പറയാം, സ്റ്റാർട്ട് നൗ. ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറണം, സ്റ്റാർട്ട് നൗ എന്നുള്ള സാധനം. ഓക്കെ. നിങ്ങളവിടെ എഴുതി ഒട്ടിച്ച് വയ്ക്കുക. സ്റ്റിക്കി നോട്ട് ഉണ്ടെങ്കിൽ അത് എഴുതി ഒട്ടിച്ച് വയ്ക്കുക. സ്റ്റാർട്ട് നൗ, ഇൻവെസ്റ്റ് നൗ. സംഭവം നമ്മുടെ ഇങ്ങനെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. എനിക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ പറ്റും. ഏർലി റിട്ടയർമെൻറ്റ് സ്റ്റാർട്ട് നൗ, ഇൻവെസ്റ്റ് നൗ എന്നുള്ള സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കുറേ അതിനെ പറഞ്ഞുകൊണ്ടിരുന്ന അതുമായി ബന്ധപ്പെട്ട ഉള്ള ആളുകളുമായിട്ട് ഡിസ്കഷനിലിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. ആ കമ്മ്യൂണിറ്റിയിൽ നമ്മളിങ്ങനെ പൈസേനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അല്ലാണ്ട് നമ്മളിങ്ങനെ പോസിറ്റീവായിട്ടുള്ള സാധനമാണ്, പൈസേനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു എനർജി ഉറപ്പായിട്ടും കിട്ടും. ഇത് നെഗറ്റീവ് തോട്ടല്ല, ഇത് പോസിറ്റീവ് തോട്ടാണ്. തീർച്ചയായിട്ടും നമുക്കത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിലും ഭാഗമാകുന്നുണ്ടെങ്കിൽ അത്രയും നല്ല കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. ഇനി ഈ പറഞ്ഞ 8,000 രൂപ വെച്ചിട്ട് നമ്മളെന്താ ചെയ്യാൻ പോണത്? ഇവിടെയും നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ആ 2 മെത്തേഡ് പറയുന്നതിനായിട്ട് മുൻപായിട്ട് എമർജൻസി ഫണ്ട് എന്നുള്ള ഒരു കേസും കൂടി ഉണ്ട്. അപ്പോൾ SIP ആണോ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണോ നല്ലത്? അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ അത് ശരിക്കും ഒരു വലിയൊരു ചർച്ചയാണ്. അപ്പോൾ അതിൽ ഞാൻ കേട്ടിട്ടുള്ളത് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണതാണ് നല്ലത്. ഒരു 10-25 വർഷത്തെ ഇതൊക്കെ കണക്കെടുത്ത് നോക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ലംസമായിട്ട് സേവ് ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈസ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആവും അവിടെ. അതേപോലെ തന്നെ എന്താ പറയുക, ലംസമായിട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആവും, അതൊരു സൈഡ്. പക്ഷേ SIP ചെയ്ത് ഇന്നൊരു പർട്ടിക്കുലർ എമൗണ്ട് എത്തനെക്കാട്ടി പെട്ടെന്ന് SIP ലംസം വെച്ച് ചെയ്യാൻ പറ്റും. ലംസം തന്നെയാണ് ബെസ്റ്റ്. പക്ഷേ SIP ചെയ്യാൻ എളുപ്പമാണ്, ആർക്കും ചെയ്യാം. ഓക്കെ. ലംസം ചെയ്യാനുള്ള പൈസ ഉണ്ടെങ്കിൽ ലംസം തീർച്ചയായിട്ടും ചെയ്യുക, പ്ലസ് ഒരു SIP കൂടി ചെയ്തോ.
ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എമൗണ്ടിൻ്റെ കൂടെ 7% എന്നുള്ള രീതിയിൽ ആഡ് ചെയ്തിട്ട് പോകേണ്ടി വരും. ഏറ്റവും ബെറ്റർ കാൽക്കുലേറ്റർ തപ്പാണ്. അഡ്വാൻസ്ഡ് ഫയർ നമ്പർ കാൽക്കുലേറ്റർ തപ്പുന്ന ഗൂഗിൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതും കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളായിട്ടൊന്ന് കണക്ട് ചെയ്യാം, നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എമർജൻസി ഫണ്ട് എന്നുള്ള സംഭവം കേട്ടോ ഇതിൽ പോകണായിട്ട് മുന്നേ. എമർജൻസി ഫണ്ട് കേട്ടവരുണ്ടോ കേൾക്കാത്തവരുണ്ടോ? കേട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എന്താ അവസ്ഥ? കുറേ ആൾക്കാരുണ്ടല്ലോ ഇവിടെ, ആരെന്തും മിണ്ടാണ്ടിരിക്കണം. ഇത് ഞാൻ ആവശ്യമില്ലാത്ത കാര്യമില്ലാട്ടോ പറയുന്നത്, ആവശ്യമുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, എമർജൻസി ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞു. ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ ജോലിക്ക് നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസം എക്സ്പെൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ജോലി പോയാലും അപ്പം തന്നെ അടുത്ത ജോലിക്ക് കയറാൻ പറ്റിയെന്നോ അപ്പം തന്നെ അടുത്ത ഒരു പരിപാടി പിടിക്കാൻ പറ്റിയെന്നോ ഉറപ്പൊന്നുമില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. കാരണം നമ്മളിപ്പോൾ വീട്ടിലത്തെ ബ്രെഡ് വിന്നർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജോലി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കടം വാങ്ങിച്ച് കടത്തിൻ്റെ മുകളിൽ കടം എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ പെട്ടെന്ന് നിങ്ങളെ ജോലി നിലച്ച് പോവുകയാണെങ്കിൽ ഓക്കെ, ഒരു 5-6 മാസമെങ്കിലും ജോലിയൊന്നും ഇല്ലെങ്കിലും നമ്മളെ വീട്, നമ്മളുടെ ബാക്കി എക്സ്പെൻസസൊക്കെ കഴിഞ്ഞു പോകാനുള്ളൊരു പണം, ആ ഒരു എമൗണ്ട്, അതാണ് നമ്മളുടെ എമർജൻസി ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നത് ജോലിയൊക്കെ നിർത്താം, ഒരു 5-6 മാസം റെസ്റ്റ് എടുക്കാം, അതല്ല കേട്ടോ. ഓക്കെ, അതല്ല ഉദ്ദേശിക്കുന്നത്. എമർജൻസി എന്നുള്ള വാക്ക് അവിടെ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ ജോലിയോ നമ്മുടെ ഇൻകമോ നഷ്ടമാവുകയാണെങ്കിൽ ഒരു 5-6 മാസം ഒന്ന് പിടിച്ചിരിക്കാനുള്ളൊരു എമൗണ്ട്, അതായത് അടുത്ത പരിപാടി പിടിക്കാനുള്ള ഒരു റിലാക്സേഷൻ ടൈം മാത്രമാണ്. ഓക്കെ, അത് വോളണ്ടറി, അത് കയറി എടുക്കരുത്, അത് നമ്മുടെ ഒരു ധൈര്യമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ജോലി പോയാലും, ഞാൻ ഇപ്പോൾ കേട്ടില്ലേ, ഇപ്പോൾ ജോലി പോയി ബാക്കിയുള്ള പരിപാടി ഈശ്വരൻ ഞാൻ എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ ടെൻഷൻ അടിച്ച് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കാനുള്ള ഒരു ഇതും കൂടി ആയിട്ട് കരുതിയാൽ മതി. അപ്പോൾ ഇൻ കേസ് ജോലി പോയാലും 5-6 മാസം ടൈം ഉണ്ട് എനിക്ക്. ഓക്കെ, ആ ഒരു ടൈം തരുന്ന സംഭവമാണ് എമർജൻസി ഫണ്ട്. ഈ 5-6 മാസം എന്ന് എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലവർക്ക് അത് 6 മാസത്തെ എക്സ്പെൻസ് സേവ് ചെയ്താലാണ് നിങ്ങൾക്ക് മൈൻഡിന് പീസായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സേവ് ചെയ്യേണ്ടത്. നിങ്ങളുടെ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ 6 മാസത്തെ എക്സ്പെൻസസ് ആണ്. ഇനി അതല്ല 12 മാസത്തെ എക്സ്പെൻസ് സേവ് ചെയ്താലാണ് നിങ്ങൾക്ക് കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ 12 മാസത്തെ എക്സ്പെൻസസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസും എല്ലാ പരിപാടിയിലേക്കും കടക്കുന്നതിന് മുൻപായിട്ട് ഏറ്റവും 0th സ്റ്റെപ്പ് എന്ന് പറയാം, ഏറ്റവും തുടക്കം നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഇതാണ് ആദ്യത്തെ പരിപാടി. കാരണം ഇത് ചെയ്യാണ്ട് നിങ്ങൾ SIP സ്റ്റാർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ചെയ്യാണ്ട് അടുത്ത പരിപാടി പിടിക്കാൻ പോയി കഴിഞ്ഞാൽ, അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ജോലി പോയി കഴിഞ്ഞാൽ എല്ലാം പൊട്ടിക്കേണ്ടി വരും. SIPയും ഇതൊക്കെ പൊട്ടിക്കേണ്ടി വരും, പുറത്തുനിന്ന് കടങ്ങേണ്ടി വരും. അപ്പോൾ വീണ്ടും ക്രൈസിസായി. അപ്പോൾ 0 അല്ല, ഇപ്പോൾ നമ്മൾ നെഗറ്റീവ്, അപ്പോൾ നമ്മൾ തിരിച്ചു വരാൻ വീണ്ടും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം ഇത് സെറ്റ് ചെയ്യുന്നത്, ഇത് പറയാൻ എനിക്ക് ഇവിടെ ഇരുന്നെങ്കിൽ അതൊന്നും പറയാൻ ഭയങ്കര എളുപ്പം. അത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിന് വലിയ ബുദ്ധിമുട്ടിക്കാൻ പോവുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എടുക്കേണ്ട വേറെ SIP തുടങ്ങാനായിട്ട് മുന്നേ വീണ്ടും ചെയ്യേണ്ട കാര്യം എന്താ? ഇൻഷുറൻസിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല, നമുക്ക് അതൊരു സെഷനായിട്ട് തന്നെയുണ്ട്, അത് കാരണം കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ കാരണം നമ്മളെല്ലാം ചെയ്ത് പോവുക. പെട്ടെന്ന് നമുക്കൊരു ഹോസ്പിറ്റൽ ചിലവ് വന്നു. പണ്ടത്തെ ചിലവല്ല ഇപ്പോഴത്തെ ചിലവ്, അത്യാവശ്യം നല്ല ചിലവാണ്. അപ്പോൾ ഒരു 10-50,000 പൊട്ടിക്കഴിഞ്ഞാൽ അതൊരു എമൗണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. ഇൻഷുറൻസ് എടുക്കാൻ അത്ര എമൗണ്ട് ഇല്ല എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ എമർജൻസി ഫണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഷുറൻസും വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ സേവ് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഈ സംഭവം ഇല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മനസമാധാനമായിട്ട് ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ സൈക്കോളജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്ത് പരിപാടി പിടിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സൈക്കോളജീനെയും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ കെയർ ചെയ്യാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം, ഈ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഞാൻ ഉദ്ദേശിച്ച് നമ്മളുടെ എമർജൻസി ഫണ്ട് ഇൻഷുറൻസൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വെൽത്ത് ബിൽഡ് ചെയ്യാൻ വരുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെൽത്ത് ബിൽഡ് ചെയ്യാൻ വരുന്നത്. നമ്മൾ മാസം മാറ്റി വെച്ച 8,000 രൂപ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? മാസം മാറ്റി വെച്ച 8,000 രൂപ നമ്മൾ മന്ത്ലി SIPയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വെറുതെ അല്ല, 8,000 രൂപ മന്ത്ലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് SIP ആയിരിക്കും. അതായത് ഈ കൊല്ലം ഞാൻ 8,000 വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. എല്ലാ കൊല്ലം ഞാൻ 8,000 വെച്ചിട്ടല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ പോണേ. കാരണം നമുക്ക് സേവ് ചെയ്യാൻ നമ്മളെന്താ ചെയ്യാൻ പോണേ? നമുക്ക് എല്ലാ കൊല്ലം ഇൻഫ്ലേഷൻ ഉണ്ട്.
എല്ലാ കൊല്ലം ചില സാലറി ഇൻക്രിമെൻ്റ് ഉണ്ട്, എല്ലാ കൊല്ലം നമ്മുടെ എക്സ്പെൻസസ് മാറുന്നുണ്ട്. അതേപോലെ ഭാവിയിലും ഇങ്ങനെ മാറും. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായി SIP കാൽക്കുലേറ്റർ. ഇപ്പോൾ ചില റീലൊക്കെ കണ്ടല്ലേ, നമ്മൾ ഒരിക്കലും ഈ SIP നമ്മൾ ചെയ്യരുത്. ഏതാ ചെയ്യേണ്ടത്? സ്റ്റെപ്പ് അപ്പ് SIP ചെയ്യേണ്ടത്. അതെനിക്കിവിടെ പറയാനുള്ളത്. SIP എല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റെപ്പ് അപ്പ് SIP. ഇപ്പോൾ ഈ കൊല്ലം എല്ലാ മാസം വെച്ചിട്ട് 2025 നമ്മളെല്ലാ മാസം 8,000 വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2026 8,000 വെച്ചിട്ടല്ല ഇൻവെസ്റ്റ് ചെയ്യണ്ടേ, ഒരു 10% എക്സ്ട്രാ ചെയ്യേണ്ടി വരും. ഒരു 800 രൂപയും കൂട്ടിയിട്ട് 8,800 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം 2026. അടുത്ത കൊല്ലോ വീണ്ടും അതിൻ്റെ മുകളിൽ 10% കൂട്ടിയിട്ട് നമ്മൾ അപ്പോൾ ഒരു എമൗണ്ട് ഇങ്ങനെ എല്ലാ കൊല്ലവും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നോർമലി എല്ലാ മാസം 800 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണേക്കാട്ടിയും ഡബിൾ സ്പീഡിലായിരിക്കും ഈ 10% സ്റ്റെപ്പ് അപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ കൊല്ലവും നമ്മൾ ഒരു തൊട്ട് മുന്നത്തെ കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തതിനെക്കാട്ടിയും ഒരു 10% കൂടുതൽ. കഴിഞ്ഞ കൊല്ലം ഞാൻ എല്ലാ മാസം 1,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം 10% കൂടുതൽ 1,100 ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി അത് ചെറിയ മാറ്റമാണ്. അപ്പോൾ ഈ മാറ്റം വരണമെങ്കിൽ എന്താ, സാലറി ഇൻക്രിമെൻറ്റ് തീർച്ചയായിട്ടും വരണമെങ്കിൽ. അപ്പോൾ വെറുതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സാലറി വർക്ക് ചെയ്യാതെ സാലറി ഇൻക്രിമെൻറ്റിനും കൂടിയും വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ അടുത്ത സോഴ്സ് പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അടുത്തൊരു ഇൻകം സോഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതായത് ഈ സെയിം ലൈഫല്ല പിടിക്കുന്നത്, നമുക്ക് ഇങ്ങനെ നേരെ അല്ല ലൈഫ് പോകേണ്ടത്, ഒന്ന് മുകളിലേക്ക് തന്നെ പോകണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം. ഓക്കെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 16% ആണ്. ഇതും ഒരു മീഡിയമാണ് പിടിച്ചിട്ടുള്ളത്. നമുക്ക് ഇൻഡെക്സ് ഫണ്ടുകൾ നിക്ഷേപിക്കുന്ന സമയത്ത് 12% ആണ് ആവറേജ് വരിക. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പിൽ പോകുമ്പോൾ അത് 20, 25, 30, 40 എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ നമ്മളൊരു മീഡിയം അല്ലെങ്കിൽ ബിലോ മീഡിയം എന്നുള്ള രീതിയിലാണ് 16% പിടിച്ചിട്ടുള്ളത്. നമ്മൾ 20 കൊല്ലത്തേക്കാണ് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ 20 കൊല്ലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടാണ് ഈ പറഞ്ഞ 2.5 CR. ഓക്കെ, അപ്പോൾ ഈ 8,000 വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ 8,000 വെച്ച് തുടങ്ങി സംഭവം ചെയ്താലും മ്യൂച്വൽ ഫണ്ട് മാത്രം ചെയ്താലും നമുക്ക് ഈ ഫയർ നമ്പർ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 8,000 വെച്ചിട്ട് ഇപ്പോൾ 40,000 സാലറി ഉള്ള വ്യക്തിക്ക് അറിയാം ഈ 8,000 പോസിബിളാണെന്ന്, ഉറപ്പായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ 20,000 വെച്ചിട്ടുള്ള സാലറി കിട്ടുന്നവനറിയാം 4,000 എനിക്ക് പോസിബിളാണ്. ഓക്കെ, അപ്പോൾ 20,000 സാലറി കിട്ടുന്നവന് എന്താ ചെയ്യേണ്ടത്? 40,000 വർക്ക് ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ ജോലി ചെയ്താൽ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ അടുത്ത സോഴ്സ്, അത് ഞാൻ പറഞ്ഞ് എല്ലാതും ജോലി കൊണ്ട് മാത്രം ഉദ്ദേശിക്കരുത്, അടുത്ത സോഴ്സ് പിടിക്കണം. ചിലപ്പോൾ അടുത്ത സോഴ്സ് ഇനി അടുത്ത പരിപാടി പിടിക്കാനുള്ള സമയം എൻ്റെ ഇല്ല, ഇതാണ് നമുക്ക് തീർച്ചയായിട്ടും പല റീസൺസ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ വീട്ടിൻ്റെ ഒരു എക്സ്ട്രാ റൂം Airbnb ആക്കണമായിരിക്കും, ഒരു എക്സാമ്പിളായിട്ട് മാത്രം കരുതുക. ചിലപ്പോൾ മുകളിലത്തെ റൂം റെൻറ്റിന് കൊടുക്കണമായിരിക്കും. ചിലപ്പോൾ നമ്മളെ വീട്ടിൽ ആവശ്യമില്ലാത്ത ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത് വർക്ക് സ്പേസ് ആക്കി മാറ്റണമായിരിക്കും, അത് വേറെ എന്തെങ്കിലും ചെയ്യണമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ കാർ റെൻറ്റിന് കൊടുക്കണമായിരിക്കും. ചിലപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമായിരിക്കും. ചിലപ്പോൾ ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം കോണ്ടൻറ്റ് ക്രിയേറ്ററാക്കി മാറണതായിരിക്കും. ഇതെല്ലാം ഡേ 1 ശരിയാവില്ല, പക്ഷെ ഞാൻ വിചാരിച്ചെല്ലാം ശരിയാവും. ഇപ്പോൾ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇൻട്രോവേർട്ടാണെങ്കിൽ യൂട്യൂബിൽ ഒന്നും സെറ്റാവില്ല എന്ന് പറഞ്ഞിരിക്കുകയെന്ന് വിചാരിക്കുക അല്ലേ, ഇത് എല്ലാവരും പറയില്ല കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇൻട്രോവേർട്സിന് പറ്റിയ സ്ഥലമാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വിചാരിക്കുമല്ലോ അവിടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ജനറലൈസ് ചെയ്യല്ല, ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ആയിരിക്കും. ചിലപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ എല്ലാ ഓപ്ഷനും എൻ്റെ മനസ്സിൽ വരുന്നൊന്നുമില്ല, ഞാനൊരു എക്സാമ്പിളായിട്ട് ഫ്യൂ ഓപ്ഷൻസ് എടുത്താണ്. അപ്പോൾ എന്തെങ്കിലും കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാം സാലറി മാത്രം കയറി പ്രഷർ ചെയ്യണ്ട. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും മേഖല വഴി നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഉപയോഗപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 8,000 രൂപ മന്ത്ലി SIP മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ 2.5 CR എന്നുള്ള ഒരു എമൗണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഫാറ്റ് ഫയറിനോട് അടുത്ത ഒരു നമ്പറാണ് അല്ലേ, ഫാറ്റ് ഫയറിനോട് അടുത്ത ഒരു നമ്പറാണ് ഈ 2.5 CR. ഈ 2.5 CR എന്നുള്ളൊരു എമൗണ്ട് ഒരു മോശം എമൗണ്ടായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ, 2.5 CRൻ്റെ 7% എന്ന് പറയുന്നത് ഏകദേശം 17.5 ലക്ഷം വരും. അതായത് ഞാൻ 8,000 രൂപ വെച്ചിട്ട് ഞാൻ മന്ത്ലി SIPയിൽ ഇൻവെസ്റ്റ് ചെയ്ത് 20 കൊല്ലമൊക്കെ എടുത്ത് 2.5 കോടി രൂപ ഉണ്ടാക്കി. അത് ഞാൻ FDയിലിട്ടു എന്ന് വിചാരിക്കുക. FDയിലിട്ട് കഴിഞ്ഞാൽ മാസം ഒരു 17.5 ലക്ഷം കിട്ടും. FDയിലിട്ട് കഴിഞ്ഞാൽ മാസം ഒരു 17.5 ലക്ഷം കിട്ടും. അതിനെ നമ്മളൊരു മാസത്തെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ 1,45,000. മോശമല്ല എമൗണ്ട് ഇത് വിചാരിച്ച്. അപ്പോൾ ഇത് ആഞ്ഞ് പിടിച്ച് കഴിഞ്ഞാൽ 8,000 പോസിബിളാണ്.
ആഞ്ഞു പിടിച്ച 8,000 പോസിബിളാണ്. ആഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ ഈ 2.5 ലാക്ക് പോസിബിളാണ്. അതായത് മാസം 1.45 അറൗണ്ട് 1.5 ലക്ഷം വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിളായിട്ടുള്ള കാര്യമാണ്. ഇത് വലിയ സംഭവമൊന്നുമല്ല, വലിയ സംഭവമല്ല. പക്ഷെ ഇവിടെ വലിയ സംഭവമായിട്ട് വരുന്നൊരു സംഭവമുണ്ട്. എന്താണെന്ന് അറിയോ? കൺസിസ്റ്റൻസി. ഇതിപ്പോൾ ഞാനിത് ചെയ്തു, ഒരു കൊല്ലമായി ബോറടിച്ചു, ഇത് വലിയ മാറ്റമൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ ഒരു കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ ലോസിലാണല്ലോ എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എന്തിനാ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അയാൾ ഓരോന്ന് വിളിച്ച് പറഞ്ഞു കേട്ട് ഞാൻ വെറുതെ ഇൻവെസ്റ്റ് ചെയ്ത് എൻ്റെ ഉള്ള പൈസയും പോയി ലോസിലേക്ക് പോയി. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറയുക? ശരിക്കും ഈ മ്യൂച്വൽ ഫണ്ട് ഒരു കൊല്ലത്തിലല്ല നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം. ഈ മ്യൂച്വൽ ഫണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവം ആഫ്റ്റർ 7 ഇയേഴ്സാണ് നമുക്ക് ഒരു സ്റ്റേജ് നമുക്ക് കാണിച്ചു തരാം. ഈ 7 ഇയേഴ്സ് മിനിമം ലെവലാണ്. 7 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. ഇൻവെസ്റ്റ് ചെയ്തതിന് മുകളിലേക്ക് 1 രൂപ പോലും കയറാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. നഷ്ടം വരാനുള്ള എല്ലാവിധ സാധ്യതയും, ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ മുകളിൽ 1 രൂപ പോലും കയറാതിരിക്കാനുള്ള സാധ്യതയും 7 കൊല്ലത്തിൽ ഉറപ്പായിട്ടിരിക്കും. ആദ്യത്തെ 7 കൊല്ലം ക്രൂഷ്യലായിട്ടുള്ള ഇയർ തന്നെയാണ്. അവിടെ നമുക്ക് തോന്നും, ഇത് ഒരു തരത്തിൽ എനിക്ക് ഇത് ചെയ്തിട്ട് കിട്ടണില്ല, എനിക്ക് ബാഡ് അടിച്ച് വയ്യാണ്ടായി, ഞാൻ ഇത് നിർത്തിയാലോ എന്നുള്ള തോട്ട് വരുന്ന ഒരു പീരീഡാണ് ആദ്യത്തെ 7 കൊല്ലം. ഇപ്പം രണ്ടാമത്തെ 7 കൊല്ലത്തിലേക്കും നോക്കുന്ന സമയത്ത് നഷ്ടം എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് 100% ഉണ്ടാവില്ല. ഇന്ത്യൻ SIP ഹിസ്റ്ററിയിൽ അതില്ല. ഇത് ഞാൻ വെറുതെ വിളിച്ച് പറയണതല്ല. എനിക്ക് തോന്നുന്നുണ്ട് രാധിക ഗുപ്ത എന്നാണ് തോന്നുന്നുണ്ട്. ഇന്ത്യയുടെ എന്തോ ആയിരുന്നു, ഇപ്പോഴെന്തോ ആണ്. അവർ പുറത്തുവിട്ടുള്ള റിപ്പോർട്ട് പ്രകാരമുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. ഈ SIPനെ ഇപ്പോൾ 20 കൊല്ലം എന്ന് മാറ്റിയിട്ട് ഞാൻ 21 കൊല്ലം പിടിക്കുക. എന്നിട്ട് ഞാൻ അതിന് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 7, 7, 7. അപ്പോൾ ആദ്യത്തെ 7 കൊല്ലം ക്രൂഷ്യൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യലാണ്. ലോസ് വരെയുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പിന്തിരിപ്പിക്കും. ആ സാധനം നമ്മൾ ഓവർകം ചെയ്തിട്ട് രണ്ടാമത്തെ 7 കൊല്ലത്തിലേക്ക് എത്തുന്ന സമയത്താണ് വലിയ കുഴപ്പമില്ലാത്ത ഗ്രോത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ന്യൂട്രലായിട്ട് പോകുന്നുണ്ടാവും. ഭയങ്കര ഇതല്ല, ലോസ് അല്ല. അപ്പോൾ നമ്മൾ അപ്പോഴും നമുക്ക് സെക്കൻഡ് തോട്ട് വരാം, ഇത് വലിയ കഥയില്ല എന്നുള്ള സംഭവം അപ്പോഴും വരാം. അതിനും മറികടന്ന് മൂന്നാമത്തെ സെറ്റ് 1 കൊല്ലത്തിലേക്ക് 14 കൊല്ലം കഴിഞ്ഞ് മൂന്നാമത്തെ സെറ്റ് 1 കൊല്ലത്തിലേക്ക് കടക്കുമ്പോഴാണ് എക്സ്ട്രീം ഗ്രോത്ത് നമ്മൾ കാണാം. പിന്നെ ചിലപ്പോൾ ആദ്യത്തെ 1 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 റിട്ടേൺ ആയിരിക്കും. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തന്നെ ഉണ്ടായിരുന്നു ഇല്ല. ചിലപ്പോൾ രണ്ടാമത്തെ കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ 14 കൊല്ലം കൊണ്ട് ആകെ അത് വല്ല 90 ലക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുള്ളൂ. 14 കൊല്ലം കൊണ്ട് ചിലപ്പോൾ 90 ലക്ഷത്തിൽ എത്തിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അടുത്ത 7 കൊല്ലം കൊണ്ട് ആ 90 ലക്ഷം 2.5 കോടിയും. അടുത്ത 7 കൊല്ലം കൊണ്ട് ആ സംഭവം 2.5 കോടിയായിട്ട് മാറും. അതാണ് ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ, നിങ്ങളങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ, ഈ ഷോർട്ട് ടൈമിൽ അതൊരിക്കലും വർക്കാവില്ല. അപ്പോൾ 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം ഒന്ന് വെച്ചിട്ട് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിനെ ഒന്ന് ജഡ്ജ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ലോങ് ടൈം എന്നുള്ള സംഭവം ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതിൻ്റെ പുറകിലേക്ക് ചിന്തിക്കുന്ന ഒരു പരിപാടിയില്ല. ഓക്കെ, ഞാനിത് മുന്നിലേക്ക് തന്നെയാണ് പോകുന്നത്. എൻ്റെ ഫയർ നമ്പർ അച്ചീവ് ചെയ്യാനാണ് പോകുന്നത്. മാസം ഞാൻ 1.5 ലക്ഷം എനിക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ സെക്കൻഡ് തോട്ട് എന്ന് പറഞ്ഞ സംഭവത്തിന് ഇത് കൊടുക്കരുത്. അത് ഞാൻ പറഞ്ഞ കൺസിസ്റ്റൻസി ഈസ് ദ കീ. കൺസിസ്റ്റൻസിയാണ് ഇവിടെ മെയിൻ. അപ്പോൾ 8,000 രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫ് ടൈം ഫ്രീ ആക്കാനുള്ള പവർ ആ പൈസയ്ക്ക് ഉണ്ട്. ആ 8,000 രൂപയ്ക്ക് ഉണ്ട് ആ പവർ നിങ്ങളെ ലൈഫ് ടൈം ഫ്രീ ആക്കാനുള്ളത്. പക്ഷെ അവിടെ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ പോകുന്ന നിങ്ങളുടെ സൈക്കോളജി ആയിരിക്കും, നെഗറ്റീവ് അടിപ്പിക്കാൻ പോകുന്ന സൈക്കോളജി ആയിരിക്കും. അപ്പം അതിനെ ഹെൽപ്പ് ചെയ്യുന്നപ്പോഴാണ് നമ്മൾ മണിയുമായി ബന്ധപ്പെട്ട, പൈസയുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഇരിക്കുക എപ്പോഴും. അത് ചർച്ച ചെയ്യുന്നവരുമായുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നമുക്ക് വേണം. എല്ലാ ടൈപ്പ് ഫ്രണ്ട്സും വേണം തീർച്ചയായിട്ടും. എന്തായാലും ഈ ടൈപ്പ് ഗ്രോത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളുടെ കൂടെ ഇടപഴകുന്നത് അത്രയ്ക്കും നല്ലതായിരിക്കും. ഗ്രോത്തിനെ പറ്റിയിട്ടല്ല. ഇപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ എനിക്ക് ഏറ്റവും അടുത്തുള്ള ഫ്രണ്ട്, അവൻ മ്യൂച്വൽ ഫണ്ടിന് പൈസ സേവ് ചെയ്യുന്നതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ എതിരാണ്. അവനെ കിട്ടുന്ന പൈസ മൊത്തം അടിച്ചു പൊളിച്ച് ജീവിക്കാന്നുള്ള മൈൻഡുള്ളവനാണ്. ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യാനല്ല പറയുന്നത്, അവനുമായിട്ട് ആ വ്യക്തിയുമായിട്ട് പൈസയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ നെഗറ്റീവ് എന്ന് വെച്ചാൽ ആ ഭാഗം മാത്രം കട്ട് ചെയ്താലും മതി. എന്നിട്ട് നമുക്ക് വേറെ നമുക്ക് പൈസയായിട്ട് ചർച്ച ചെയ്യുന്ന, പൈസയെ പോസിറ്റീവായിട്ട് കണ്ട് അതുമായിട്ട് പോസിറ്റീവ് ചർച്ചകൾ ഏർപ്പെടുന്ന വ്യക്തികളുമായിട്ട് മാത്രം പൈസേനെ പറ്റി സംസാരിക്കുക. ഓക്കെ, കാരണം ഏറ്റവും ചെറിയ സാധനമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സൈക്കോളജിയാണ് ഏറ്റവും വലിയ സംഭവം. അതുപോലെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, പക്ഷെ ആർക്കും ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു ഐറ്റം കൂടിയാണ് ഈ കൺസിസ്റ്റൻസി. അപ്പോൾ 8,000 രൂപ എന്നുള്ള സംഭവം ഒരു മെത്തേഡ് വഴി, മ്യൂച്വൽ ഫണ്ട് എന്നുള്ള സിമ്പിൾ മെത്തേഡ് വഴിയും നമുക്ക് ചെയ്ത ഈ ഒരു എമൗണ്ട് അച്ചീവ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 8,000 രൂപ നമ്മുടെ സാലറിയുടെ 20% 8,000 രൂപ മൊത്തം മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഈ ഒരു കേസിൽ ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് മാത്രമല്ല തിരഞ്ഞെടുക്കുന്നത്. ആ 8,000-നെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, 4,000, 4,000.
അതിൽ 4000 രൂപയാണ് ഞാൻ മ്യൂച്വൽ ഫണ്ടിലേക്ക് 20 കൊല്ലം മ്യൂച്വൽ ഫണ്ടിലേക്ക് 4000 രൂപയാണ് വിടാൻ പോകുന്നത് ആനുവൽ സ്റ്റെപ്പ്. അപ്പോൾ ഈ കൊല്ലം 4000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം 4400. ഇതിൽ 4000 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 4000 തന്നെ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെയില്ല. 10 വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 10 വെച്ച് സ്റ്റാർട്ട് ചെയ്തോ, അത് ഞാൻ പറയണത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു ജനറലൈസ് ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ജനറലൈസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 4000 ഇല്ല, എൻ്റെ ആകെ 500 രൂപയുള്ളൂ, അപ്പോൾ ഞാൻ ഇത് തുടങ്ങണ്ട. എന്ന് എനിക്ക് 4000 കിട്ടുന്നു അന്ന് തുടങ്ങാം. അതുമല്ല ഞാൻ ഇവിടെ പറയുന്നത്. 500 രൂപയുള്ളൂ, 500 രൂപയ്ക്ക് തുടങ്ങിക്കോ. ഓക്കെ, തുടങ്ങുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രൈമറി സ്റ്റെപ്പായിട്ട് എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ആനുവൽ സ്റ്റെപ്പ് എന്നുള്ള സംഭവം ഇതാക്കണ്ട. ആനുവൽ സ്റ്റെപ്പ് ചെയ്തേ പറ്റൂ. ഓക്കെ, ആനുവൽ സ്റ്റെപ്പ് നമ്മൾ ചെയ്തേ പറ്റൂ. ആനുവൽ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ചെയ്യുന്ന ജോലി റോങ് ആണ്. ജോലി റോങ് ആണെന്നല്ല, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആ സ്ഥലം ചിലപ്പോൾ റോങ് ആയിരിക്കാം. നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുകളിൽ സാലറി കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയും കൂടിയും ട്രൈ ചെയ്യുക. ഞാൻ പറയുന്നത് എല്ലാം 100% എല്ലാവർക്കും ഫിറ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. എന്നെ അവിടെ ഇരുന്ന് തെറി വിളിക്കരുത്. ഓക്കെ, എനിക്കതാ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ടൈം പീരീഡും കൂടി നോക്കിയോളാം. അപ്പോൾ നമ്മൾ 4000 വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1.25 ആയിരിക്കും നമ്മൾക്ക് ഏൺ ചെയ്യാൻ പറ്റുക മ്യൂച്വൽ ഫണ്ട് വഴി. ബാക്കി 4000 നമ്മൾ പോകുന്നത് സ്വിംഗ് ട്രേഡിങ്ങിലേക്കായിരിക്കും. അപ്പോൾ എല്ലാ മാസം ഇത് ക്യാപിറ്റൽ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 4000 രൂപയിലാണ്. സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്ന 4000 ആണ്. അത് സ്വിംഗ് ട്രേഡിങ് മാത്രമേ ചെയ്യണം. എല്ലാ മാസം നമ്മളതിൽ 4000 ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മാസം നമ്മൾ 4000 ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് മാസം 8000 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ 8000 രൂപയിലത്തെ 4000 പകുതി മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകുന്നുണ്ട്. ബാക്കി പകുതിയായ 4000 സ്വിംഗ് ട്രേഡിംഗ് ക്യാപിറ്റലിലേക്ക് പോകുന്നുണ്ട്. പ്ലസ് അവിടെ നമുക്ക് ആനുവലി ഒരു 24% റിട്ടേൺ. ഇതും മിനിമം റിട്ടേൺ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആനുവലി ഇത്ര % റിട്ടേൺ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ കാൽക്കുലേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതിപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻസൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, മറ്റേ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെയും ഇതൊക്കെ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ നമുക്ക് ഏകദേശം ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെയും ഇത് സ്വിംഗ് ട്രേഡ് വഴി നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് ടോട്ടലി 3.5 കോടി എന്നുള്ള ഫയർ നമ്പറിലേക്ക്, നേരത്തെ പറഞ്ഞ ഫാറ്റ് ഫയർ നമ്പറിലേക്ക് എത്താൻ പറ്റും. 8000 രൂപ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് 2.5 കോടി എന്നുള്ള ഒരു ഫയർ നമ്പറിലേക്ക് എത്താൻ പറ്റും. 8000 രൂപേനെ വേറെ തരത്തിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3.5 CR എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഫയർ എന്നുള്ള നമ്പറിലേക്ക് എത്താൻ പറ്റും. ഇത് അത്യാവശ്യം ലക്ഷറി ലൈഫാണ്. നേരത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. ഇതും അതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ലൈഫാണ്. അതായത് നമ്മൾ ചെറുതായിട്ട് കാണുന്ന പല കാര്യങ്ങളും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞത് ഇത്തിരി ബിഗ്ഗായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോൾ ജസ്റ്റ് ലേസി ആയിട്ട് വർക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ഒന്ന് ആഞ്ഞ് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് റിട്ടയർ ആയിട്ട് ലേസി ആയിട്ട് എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടാം. ഓക്കെ, പിന്നെ ഈ സംഭവം ഞാൻ പറഞ്ഞ നേരത്തെ ഈ ഫയർ നമ്പർ അച്ചീവ് ചെയ്തിട്ട് എന്താ പറയുക നമ്മളുടെ FDയിലിട്ട് 7% റിട്ടേൺ എടുക്കുന്ന കേസൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇത് തന്നെ SWP എന്ന് പറഞ്ഞ സംഭവമുണ്ട്, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. അത് SIP മ്യൂച്വൽ ഫണ്ട് സമയത്തൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മാസം വിഡ്രോ ചെയ്യാൻ പറ്റുന്ന 1.5 ലക്ഷം 1.8 ലക്ഷം ആവില്ല. അതിന് പകരം ചിലപ്പോൾ ഇതേ സെയിം എമൗണ്ട് വെച്ചിട്ട് നമുക്ക് 2 ലക്ഷമൊക്കെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റിയെന്ന് വരും. അപ്പോൾ നമുക്ക് സിസ്റ്റം എന്നുള്ള സംഭവം എപ്പോഴും പുറത്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് പറ്റും. സ്റ്റാർട്ട് ചെയ്യണത് എവിടുന്നാണ്? ഈ പറഞ്ഞ നമ്മുടെ സാലറിയുടെ 20% സേവ് ചെയ്തുകൊണ്ടും അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി പിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ പിന്നെയും പറയാം, പലർക്കും പല ലൈഫായിരിക്കും. ഓക്കെ, ഓരോരുത്തർക്ക് പറ്റുന്ന മെത്തേഡ് കസ്റ്റമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മാക്സിമം സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഫയർ നമ്പർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തിനിപ്പോൾ ഞാൻ ഫയർ നമ്പർ അച്ചീവ് ചെയ്യുന്നത്? നേരത്തെ നമ്മൾ വിചാരിച്ച പോലത്തെ ലൈഫ് ജീവിക്കാൻ അടുത്ത നെക്സ്റ്റ് ഡേ എനിക്ക് ഈ മാസം സാലറി കിട്ടിയില്ലെങ്കിൽ അപ്പോൾ എന്താ ചെയ്യാൻ? അവിടെ നിന്ന് കടം വാങ്ങണം, ഇവിടെ നിന്ന് കടം വാങ്ങണം. അപ്പോൾ ഭയങ്കര ഇൻസെക്യൂരിറ്റി, ടെൻഷനായി, ആകെ പ്രശ്നം, ആകെ കുഴപ്പമായി. ആ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാം, പീസ്ഫുള്ളായിട്ട് ചെയ്യാം. പീസ് ഓഫ് മൈൻഡ്. ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു 5-6 കൊല്ലം ജോലിക്ക് പോയ ആൾക്കാർക്ക് മനസ്സിലാണ്ട് ഈ പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞ സംഭവം ചില സമയങ്ങളിൽ പൈസേനായിട്ട് ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ ഈ പീസ് ഓഫ് മൈൻഡ് ഉണ്ടാക്കണമെങ്കിൽ പൈസയും വേണം. ഓക്കെ, അപ്പോൾ ഇതൊരു സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ പൈസ കൊണ്ട് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. മണി കാൺട്ട് ബൈ ഹാപ്പിനെസ് എന്ന് ഞാൻ പറയുന്നില്ല. പേഴ്സണലി എനിക്ക് മണി ക്യാൻ ബൈ ഹാപ്പിനെസ്സാണ്. 99% എൻ്റെ പ്രശ്നങ്ങളും പൈസ കൊണ്ട് മാറുന്നതാണ്.
എൻ്റെ പ്രശ്നം കൊണ്ട് 99% പ്രോബ്ലംസും എൻ്റെ പ്രശ്നങ്ങളിൽ പൈസ കൊണ്ട് മാറുന്നതാണ്. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. മണി കാൺ ബൈ ഹാപ്പിനെസ് എന്ന് ചിന്തിക്കാതെ മണി ക്യാൻ ബൈ ഹാപ്പിനെസ് എന്ന് ചിന്തിക്കുക. ഇനി അത് അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനെ ചിന്തിച്ചാലാണ് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് പൈസ ഉണ്ടാക്കി തന്നെ പറ്റുള്ളൂ. നമുക്ക് വിചാരിക്കുന്നതിൻ്റെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഭയങ്കര ഫിലോസഫിക്കലി ചിന്തിച്ചിട്ട് കാര്യമില്ല. പൈസ തന്നെയാണ്. അതിൻ്റെ പവർ തീർച്ചയായിട്ടും വേറെ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിന്തിക്കുക. പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 8,000 സേവ് ചെയ്യാൻ പറ്റാത്തവർക്ക് എന്താ, നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും. അഡ്ജസ്റ്റ് ചെയ്യാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 17 Pro എടുക്കാൻ പോണ ആൾ ഒന്നും കൂടി ചിന്തിക്കുക, എനിക്ക് ഈ 70 Proൻ്റെ ആവശ്യമുണ്ടോ, എനിക്ക് 3 ക്യാമറയുടെ ആവശ്യമുണ്ടോ, എനിക്ക് 2 ക്യാമറയിൽ ഓക്കെ ആണോ, അതൊന്ന് ചവിട്ടി 17 ആക്കി കഴിഞ്ഞാൽ എൻ്റെ ബാക്കി ആവശ്യങ്ങളൊക്കെ തീരുമോ? ഇപ്പോൾ 17 Pro ആർക്കാണ്, 17 Proയും Pro Max ഒക്കെ ആർക്ക് ആവശ്യമുള്ള, ഇപ്പോൾ ഭയങ്കര ഗെയിമറാണെന്നുള്ള വ്യക്തി, അത്രയും വലിയ ഗെയിമറാണെന്ന് വിചാരിക്കുക. ആ വ്യക്തി എന്ന് വെച്ചാൽ പതുക്കെ സ്ട്രീമിങ്ങിലേക്ക് കടക്കേണ്ടി വരും. അവിടെ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണെങ്കിലും അത് നമുക്ക് നീഡാണെന്ന് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ ഓണ്ടാണെന്ന് ഉറപ്പ് വരുത്തുക. വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് 17 Proയും Pro Max എടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, കാരണം അപ്പോൾ ഞാൻ ഒന്ന് ചവിട്ടി 70ലേക്ക് എടുക്കും. ഇപ്പോൾ നമുക്ക് ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് 17 Proയും Pro Max എടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് അവിടെ നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പോവുക. അതല്ലാതെ ഇതാണ് എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഓക്കെ, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കേണ്ടത്, നമുക്ക് ആവശ്യം. ഇനിയിപ്പോൾ 17 Proയും Pro Maxൻ്റെ ആവശ്യമില്ലെങ്കിൽ നമുക്കൊരു 50,000-ൻ്റെയോ 40,000-ൻ്റെയോ 30,000-ൻ്റെയോ ഫോൺ ആവശ്യമുള്ളതെങ്കിൽ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതൊരു എമൗണ്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ പ്രോയിൽ നിന്നും 17ലേക്ക് കടന്നാൽ തന്നെ അവിടെ 50,000 സേവ് ചെയ്യാൻ പറ്റും. എങ്ങനെ നമുക്ക് അനാവശ്യ എക്സ്പെൻസസ് കട്ട് ചെയ്ത് സേവ് ചെയ്യാം, അങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ SIP 8,000 എല്ലാ മാസം അങ്ങോട്ട് നമ്മൾ കയറി അടച്ചോളാം, നടക്കില്ല. ഒരു 4 മാസത്തിൻ്റെ അപ്പുറത്തേക്ക് നടക്കില്ല, അല്ലെങ്കിൽ ഒരു 2 കൊല്ലത്തിൻ്റെ അപ്പുറത്തേക്ക് നടക്കില്ല 100%. ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് എപ്പോഴും ഓട്ടോമാറ്റഡ് പേയ്മെൻറ്റ്സ് ആയിരിക്കണം. അത് എല്ലാ മാസം 1-ാം തീയതി, എല്ലാ മാസം 2-ാം തീയതി ആ ഡേറ്റ് വെക്കരുത്. സാലറി ഏകദേശം 5-7 ദിവസങ്ങൾ, 5-7 എന്നുള്ള റേഞ്ചിലായിരിക്കും വരിക. അപ്പോൾ 10-ാം തീയതിക്കുള്ളിലായിട്ടുള്ള ഒരു ഡേറ്റ്, അത് 1-ാം തീയതിയോട് അടുത്തിട്ടുള്ള ഡേറ്റ് ആവരുത്. അപ്പോൾ 8-9 എന്നുള്ള രീതിയിൽ പിടിച്ചോളാം. എന്നാലാണ് നമുക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇനി SIP അടുത്ത ടെൻഷനായിട്ട് മാറും. ഇനി ഇവിടുന്ന് ഇതിനും പൈസ ഇപ്പോൾ ഇവിടുന്ന് കണ്ടുപിടിക്കുക, അതൊരു ടെൻഷൻ കൂടിയും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ടെൻഷൻ കുറയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള പരിപാടികൾ പിടിച്ചോളാം. അത് ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്താൽ മതിയാവും. ചിലപ്പോൾ നിങ്ങൾക്കത് സ്വയം കണ്ടെത്താൻ സ്വയം ഇരുന്ന് ചിന്തിച്ച് ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആളുകളെ ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സായിട്ട് സംസാരിക്കേണ്ടി വരും. അത് ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും പൈസേനെ പറ്റി സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് എല്ലാ കാര്യം എല്ലാവർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാനും അത് ചോദിക്കാനുമുള്ള ഒരു മനസ്സും കൂടിയും എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് 20,000 സാലറിയിൽ അഡ്ജസ്റ്റഡ് ആവാതെ സാലറി കൂട്ടാൻ നോക്കുക, അല്ലെങ്കിൽ അത് അപ്സ്കിൽ ചെയ്തിട്ട് സാലറി കൂട്ടാൻ നോക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ സോഴ്സ് പിടിച്ച് സാലറി കൂട്ടാൻ നോക്കുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ യൂട്യൂബോ, എനിക്കിപ്പോൾ എൻ്റെ വായിൽ അത് തന്നെ വരുന്നുള്ളൂ, അത് ഇങ്ങനെ പോകുന്നില്ല, അല്ലെങ്കിൽ അത് മാത്രമാണ് ഇൻകം സോഴ്സ് വിചാരിക്കരുത്, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് സെല് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി അറിയുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, നന്നായി അറിയുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി ഒരു 5 പേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് മാസം 1,000 വാങ്ങിച്ചാലും അതൊരു ഇൻകം തന്നെയാണ്. ഓക്കെ, 1,000 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, ഒരു ഇൻകമാണ്. അതല്ല, നിങ്ങൾക്ക് ആ വീക്കിൽ ട്യൂഷൻ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക, ട്യൂഷൻ എടുക്കുക. അത് മോശമായിട്ടുള്ള ഒരു കാര്യമില്ല. ഒരാളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും മോശമായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഇരുന്ന് ചിന്തിച്ചാൽ മെത്തേഡ് കിട്ടും, ഉറപ്പായിട്ടും മെത്തേഡ് കിട്ടും. അപ്പോൾ ഒന്നുമില്ലാത്ത എന്ന് പറയുമ്പോൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ വീണ്ടും the best time to plant a tree was 20 years ago. The second best time is now. ഇപ്പോൾ തുടങ്ങുക. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ ഗ്രോ ചെയ്യുക. അപ്സ്റ്റോക്സ് എന്താണെന്ന് വെച്ചാൽ കയറിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ തന്നെ ഒരു SIP അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നല്ലതും പൊട്ടൊന്നും ചിന്തിക്കാൻ ചിലപ്പോൾ നേരെ ഇല്ലെങ്കിൽ അങ്ങോട്ട് ഇൻഡെക്സ് ഫണ്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇത് റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത്.
ഓക്കെ. ഇപ്പോൾ പിന്നെ നമുക്ക് അത്യാവശ്യം ഗ്രോത്ത് തന്നെ ഇനിയിപ്പോൾ ട്രസ്റ്റബിൾ ആയിട്ടുള്ള കമ്പനീസുള്ള ലാർജ് ക്യാപ്പ് എസ് ഐ പിസ് ഉണ്ടാകുന്നത്. എസ് ഐ പിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സിൽ പറയുന്നില്ല. നമുക്ക് വേറെ ക്ലാസ് വേറെ സെഷൻ വെക്കുന്നുണ്ട്. എസ് ഐ പിയുടെ ഇൻഷുറൻസിൻ്റെയും വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അടുത്ത സെഷനിലായിരിക്കും ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അടുത്ത സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. ഇത് ഞാൻ ഇപ്പോൾ ഒരു ഓൾറൗണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽസിലേക്ക് കാര്യമായിട്ട് കടന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ നമ്മളതിൻ്റെ പല കാര്യങ്ങളും ഇനി ഡീറ്റെയിൽ ആയിട്ട് തീർച്ചയായിട്ടും സംസാരിക്കും. ഓക്കെ. ഞാൻ ഇന്ന് പറഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ടുകളുള്ളത് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് താങ്ക് യു. അല്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇനി സംസാരിക്കാനുണ്ട് കേട്ടോ. ഞാൻ തീർത്തിട്ടില്ല. ഇന്നത്തെ അല്ല, ബാക്കി സെഷൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഓപ്പണായിട്ട്, കുഴപ്പമില്ല. അത് എങ്ങനെ ചെയ്യേണ്ടത്, ഗ്രോയിൽ എങ്ങനെ ചെയ്യേണ്ടതെന്നാണോ അറിയേണ്ടത്? ഞാൻ അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ അത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്താൽ മതിയോ? ഓക്കെ, അത് ചെയ്യാം. ഈ ഇൻഷുറൻസ് എന്തായാലും ചെയ്യേണ്ട കാര്യമാണ്. എസ് ഐ പി എന്തായാലും ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം നമ്മൾ എമർജൻസി ഫണ്ട് ഉണ്ടാക്കാം. അതാണ് സ്റ്റെപ്പ് 0. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷുറൻസ് വേണം. സ്റ്റെപ്പ് 1 അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അതിലാണ് എസ് ഐ പിയോടെ. ഇൻഷുറൻസ് നല്ലത്, എസ് ഐ പി നല്ലത് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നില്ല. ശരിക്കും ഇൻഷുറൻസ് നമുക്ക് എന്തായാലും വേണ്ട കാര്യമാണ്. ഓക്കെ, പറഞ്ഞോളൂ, അടുത്ത് പറഞ്ഞോളൂ. ലീൻ ഫയറിൻ്റെ സെക്കൻഡ് പേജ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. പി പി ടി ഞാൻ ഷെയർ ചെയ്യാൻ പറയാം. അയ്യോ, ലീൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നാണോ? ഓക്കെ, സിമ്പിളായിട്ട് പറയാം. അത് പറഞ്ഞിട്ട് ആദ്യം ഞാനൊന്ന് സിമ്പിളായിട്ട് പറയാം. അത് കഴിഞ്ഞിട്ട് ഏത് ഫയറാണ് ചോദിച്ചേ? ഓക്കെ, ആദ്യം നിങ്ങളൊന്ന് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. അതുകൊണ്ട് 2 മിനിറ്റ് മറ്റേ വരാം. ഇപ്പോൾ എസ് ഐ പി ഒന്നും ചെയ്യാത്തവർക്കും ചെയ്യാൻ അറിയാത്തവർക്കും വേണ്ടിയിട്ട് ആദ്യം ഗ്രോ, ഏഞ്ചൽ വൺ, സെറോദയുടെ കോയിൻ, ഈ 3 ആപ്പുകളിലാണ് നമുക്ക് എസ് ഐ പി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. പിന്നെ ബാങ്കുകളുടെ ആപ്പ്, ഒട്ടുമിക്ക ബാങ്കിൻ്റെ ആപ്പുകളിലും എസ് ഐ പി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏത് ഇത് പറയുന്നത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെ ചൂസ് ചെയ്യാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എസ് ഐ പി ചെയ്യുന്ന ആപ്പ് ഗ്രോയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ആളുകൾ എസ് ഐ പി ചെയ്യുന്ന ആപ്പ് ഗ്രോയാണ്. സജസ്റ്റ് ചെയ്യുന്നതല്ല, സ്റ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രോയിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോക്സ് ചെയ്യണമെങ്കിൽ അവിടെ ചെയ്യാം. അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് എസ് ഐ പി സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഞാനിത് ഇലബറേറ്റ് ചെയ്ത് പറയാത്ത വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് അടുത്ത വരുന്നൊരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്യാം. ഇത് ചെയ്യാത്ത ആൾക്കാർ ഇപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ അപ്പം ചെയ്യാമെന്നാ. ക്ലാസ് വലിച്ചു നീട്ടി കൊണ്ടുപോകണമെന്നില്ല. പറഞ്ഞോ. ഓക്കെ, സ്റ്റെപ്പില്ലെങ്കിൽ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ അത് മാറ്റാൻ പറ്റുമോയെന്ന്. ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത്? അയ്യോ, ബാങ്കിൻ്റെ ആപ്പ് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരാമെന്ന് വിചാരിക്കും. പറ്റില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ എമൗണ്ട് ചിലപ്പോൾ വിഡ്രോ ചെയ്യേണ്ടി വരും. എന്നിട്ട് പുതിയൊരു എസ് ഐ പിയിലേക്ക് ഇട്ടിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ ആക്സിസിൻ്റെ ആപ്പിൽ എസ് ഐ പി ചെയ്തിട്ട് 1 ലക്ഷം രൂപയായി എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനത് എക്സിറ്റ് ചെയ്തിട്ട് അത് വിഡ്രോ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഗ്രോ എന്നുള്ള ആപ്പ് എടുത്തു, എന്നിട്ട് അവിടെ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്ത് 1 ലക്ഷം കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം, അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ബാങ്കിൻ്റെ ആപ്പിൻ്റെ ചില പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. ഇത്തിരി മോഡിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ചെയ്യാൻ പറ്റില്ല എന്നല്ല കേട്ടോ പറയുന്നത്, അത് എടുത്ത് നോക്കേണ്ടി വരും. അതിൻ്റെ ആപ്പില്ല, അത് കാരണം ഉണ്ടാവും. ഓക്കെ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്ത സെയിം എമൗണ്ട് അന്ന് മന്ത്ലി സാധാരണ പോലെ കണ്ടിന്യൂ ചെയ്യാം. ഏഞ്ചലിൽ പറ്റും. സെറോദയിൽ ഒഴികെ എല്ലാത്തിലും പറ്റുന്നുണ്ട്. സെറോദയ്ക്ക് സെപ്പറേറ്റ് ആപ്പ് ഉണ്ട്. സെറോദയിൽ ഇനി പറ്റുമെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ.
അല്ല, ഫയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫയർ കാൽക്കുലേറ്ററിന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഫയർ കാൽക്കുലേറ്ററിന് കൊടുത്താൽ മതി. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഒരു 3 കോടിയെങ്കിലും ടാർഗറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. സോറി കേട്ടില്ല. നമുക്ക് ബുധനാഴ്ച അറേഞ്ച് ചെയ്യാം, ബുധനാഴ്ച ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഈ SIPയുടെ നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. അത് കാരണം ഇത് കുറച്ച് അധികം ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ ബാക്കി ക്ലാസ്സുകളുമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനാണ്. SIP നമുക്ക് ഒരുമിച്ച് ഇരുന്ന് സെറ്റ് ചെയ്യാം. കാരണം SIP എന്തായാലും എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. അതെ അതെ അതെ. അതെ, മന്ത്ലി 4K വേണം. ഇപ്പോൾ ഈ മാസം ഞാൻ 4000 വെച്ച് സ്റ്റാർട്ട് ചെയ്തു വിചാരിക്കുക. ഞാൻ അപ്പോൾ അത് വെച്ച് സ്വിങ് ചെയ്യുന്നുണ്ട്. അടുത്ത മാസമായി കഴിഞ്ഞാൽ വീണ്ടും 4000 ആഡ് ചെയ്യണം ക്യാപിറ്റലിലേക്ക്. എല്ലാ മാസം ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് നമ്മൾ SIPയിൽ നമ്മുടെ ഗ്രോത്ത് എല്ലാ മാസം 4000 കൊടുക്കുന്ന പോലെ തന്നെ സ്വിങ് ട്രേഡിങ്ങിൻ്റെ ക്യാപിറ്റലിലേക്കും എല്ലാ മാസം 4000 ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം. ആക്ച്വലി സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ട്രേഡിങ്ങും ഈ സ്വിംഗ് ട്രേഡും തമ്മിലുള്ള ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇന്നൊരു ഇപ്പോൾ ഫോറക്സിലൊരു പെയറോ അല്ലെങ്കിൽ സ്റ്റോക്കിലത്തെ ഒരു സ്റ്റോക്കോ പെർട്ടിക്കുലർ എന്തെങ്കിലും എടുത്തു എന്ന് വിചാരിക്കുക, ബൈ ചെയ്തു. അത് ഞാൻ ഇന്ന് തന്നെ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. ഓക്കെ, അതിന് പകരം ഞാൻ ഒരു ദിവസത്തിൽ കൂടുതലോ അല്ലെങ്കിൽ ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോ അത് കൈവശം വെച്ചതിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ അത് സ്വിംഗ് ട്രേഡിംഗ് ആയി. ഇൻട്രാഡേ അല്ല, കുറച്ച് ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാൻ വിൽക്കുന്നത്, എക്സിറ്റ് ചെയ്യുന്നത്. അതാണ് സ്വിംഗിലേക്ക് വരാം. അതെ, കുറച്ചാൾ ഹോൾഡ് ചെയ്യും. അതെ അതെ, തീർച്ചയായിട്ടും. 8000 കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ SIP കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്താൽ മതി. SIP കാൽക്കുലേറ്റർ. സ്വിംഗ് ട്രേഡിങ്ങിൽ ലോസ് വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോസ് വരാതിരിക്കുന്നില്ല. ഇപ്പോൾ 100% എന്നുള്ള സംഭവം ഇല്ല. പക്ഷേ നമുക്ക് അതാണ് ഒരു 24% എന്ന് കൊടുത്തത് ആനുവലി. 24% സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെസ് ദാൻ നോർമലാണ്, പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് അങ്ങനത്തെ ഒരു പ്രഷർ അവിടെ വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് കട്ട് ചെയ്തിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് കിടക്കാം. നമുക്ക് SIP എന്നുള്ള ഓപ്ഷനിലേക്ക് കിടക്കാം. എമൗണ്ട് വേണമെങ്കിൽ അവിടെ കൂട്ടി കൊടുക്കാം. ഇൻട്രാഡേ ചെയ്യണ പോലെയല്ല, അല്ല അതിന് ഓരോ മെത്തേഡ് ഉണ്ടാവും. അത് നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞു തരും സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന മെത്തേഡ്. സ്വിംഗ് തീർച്ചയായിട്ടും കോമ്പൗണ്ട് ചെയ്യണം നമ്മൾ. പിന്നെ ഈ കാര്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും സ്വിംഗ് ട്രേഡിനും കൊടുക്കുന്ന പൈസ 1 രൂപ പോലും പുറത്തേക്ക് എടുക്കരുത്, വിഡ്രോ ചെയ്യരുത്. ഇപ്പോൾ എനിക്ക് നാളെ ഒരു ഫോൺ വാങ്ങണം, പൈസ കാണാനില്ല, അപ്പോൾ എൻ്റെ മ്യൂച്വൽ ഫണ്ട് പൊട്ടിക്കാം, അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും പൊട്ടിക്കരുത്. ഇപ്പോൾ നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോഴേ ഓൾറെഡി നമ്മൾ ഹോൾഡ് ചെയ്യുന്നൊരു ഷെയർ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അത് ജസ്റ്റ് അതിലേക്ക് ഇങ്ങനെ എല്ലാ മാസം ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്, അതോ അല്ലെങ്കിൽ ഇപ്പോൾ വീക്കിലി നമ്മളെടുത്ത് ക്യാഷ് വരുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്ത് പോകുന്നതാണോ? അതാണോ? അല്ല, അത് ആഡ് ചെയ്ത് പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ല, അങ്ങനെ ആഡ് ചെയ്ത് പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ പുതിയ ട്രേഡിലേക്ക് കടന്നുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാലോ ഏത് മെത്തേഡാണ് വർക്ക് ചെയ്യാമെന്ന്. അത് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡിലേക്ക് കടന്നാൽ മതി. ഇപ്പോൾ ഈ ആഡ് ചെയ്ത് പോകുന്നത് ശരിക്കും സ്വിംഗ് ട്രേഡിംഗ് അല്ല, അതൊരു ഇൻവെസ്റ്റിങ് തന്നെയാണ്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും മോശമല്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഞാനാണെന്ന് വിചാരിക്കുക, എൻ്റെ സൈഡ് പറയാം, എനിക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നുള്ള സ്റ്റോക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ ഈ 4000 വെച്ചിട്ട് ചിലപ്പോൾ ഞാൻ SIP ചെയ്യണ പോലെ 4000 വെച്ച് എല്ലാ മാസം ചിലപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ കൊച്ചിൻ ഷിപ്പ്യാർഡ് പക്ഷേ ഇപ്പോൾ ലോസ്റ്റ് പോയിന്റിൽ നിൽക്കണേ, അതൊരു 10,000 രൂപയ്ക്ക് എത്തി, അതിൻ്റെ പീക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒന്ന് ചവിട്ടേണ്ടി വരും. അത് ഏറ്റവും ടോപ്പിലെത്തി, 100% റിട്ടേണിലെത്തി. ഇനി അതിൻ്റെ മുകളിൽ എനിക്കറിയാം ഇനി അവിടെ നിന്ന് വരാൻ പോകുന്ന ഫോളാണെന്ന്. അപ്പോൾ ഞാൻ ആ സമയത്ത് അങ്ങനെ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് അടുത്ത സ്റ്റോക്കിലേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ലോജിക്കലി ഒന്ന് മാറി ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണ സമയത്ത് സ്റ്റോക്കിൽ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യണം. നമുക്ക് അതിനെക്കുറിച്ച് നല്ല ബാക്ക്ഗ്രൗണ്ട് നോളജ് ഉണ്ടായിരിക്കണം. വെറുതെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം കയറിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല, വെറുതെ ഒരാൾ പറഞ്ഞുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ആ കമ്പനി എന്താ ചെയ്യണമെന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ച് അറിയണം. കമ്പനിയിലെ മാനേജ്മെൻറ്റ് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അറിയണം. കാരണം നമുക്കറിയാം ടാറ്റ എന്ന് പറഞ്ഞത് അടിപൊളി കമ്പനിയാണെന്നറിയാം,
അടിപൊളിയായിട്ട് തന്നെ ഇത്രയും കാലം റിട്ടേൺ തന്നതെന്ന് അറിയാം. പക്ഷേ ഇനി കുറച്ച് ചിലപ്പോൾ 1-2 കൊല്ലത്തേക്ക് ടാറ്റയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര നല്ല ഐഡിയ ആയിരിക്കില്ല. കാരണം അവിടെ മാനേജ്മെൻറ്റിൽ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. രത്ന ടാറ്റയുടെ മരണത്തിന് ശേഷം ഒരു കൊല്ലത്തിൻ്റെ അടുത്ത പറയും. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് പലതും സ്പ്ലിറ്റ് ചെയ്യാൻ പോകാമെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സ് തന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുക. അത് എല്ലാ സ്പ്ലിറ്റും നല്ലതിനല്ല, ഐ മീൻ നല്ല ഇൻറ്റൻഷനോട് കൂടി മാത്രമല്ല, മാനേജ്മെൻറ്റിൽ വരുന്ന പ്രോബ്ലംസ് കാരണം കൊണ്ട് സ്പ്ലിറ്റ് നടക്കാം. അങ്ങനെ വരുന്ന സ്പ്ലിറ്റ് നെഗറ്റീവാണ്. അപ്പോൾ അത് ഡീഗ്രോത്ത് തരാം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പിടിക്കുന്നത്. ടാറ്റ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രസ്റ്റുള്ള കമ്പനി തന്നെ തീർച്ചയായിട്ടും. പക്ഷേ ടാറ്റയിലും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ പഠിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. ടാറ്റ മോശമാണെന്നല്ല ഉദ്ദേശിച്ചത്. ഒരു എക്സാമ്പിൾ എടുത്താൽ കേട്ടോ. ഓക്കെ, വിഡ്രോ ചെയ്യരുത്. അത് കോമ്പൗണ്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മൾ ഈ 8000 ഇട്ട് കഴിഞ്ഞാൽ നമ്മളതിൽ നിന്ന് വിഡ്രോവൽ ഇല്ല. നമ്മളെ ഫയർ നമ്പർ എത്തണ വരെ നമ്മൾ പുറകിലോട്ടൊരു ചിന്തയില്ല. അങ്ങനെയാണ് അല്ല, അതവിടെ തന്നെ ഇരുന്നോട്ടെ. അത് എക്സിറ്റ് ചെയ്ത് തന്നെ പ്രോഫിറ്റ് നമ്മൾ അടുത്ത ട്രേഡിൻ്റെ ക്യാപിറ്റലായിട്ട് അവിടെ ഇരിക്കുക. ആ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ പുറത്തേക്ക് പൈസ വരരുത്. അതാ ഉദ്ദേശിച്ചത്. നമ്മൾ പുറത്തേക്ക് പൈസ വന്നാൽ നമ്മൾക്ക് ഒരു ഐഡിയ തുടങ്ങും. അതെ, സ്വിങ്ങിൽ കോമ്പൗണ്ടിങ് ചെയ്യണം. അതായത് ഞാൻ 1 ലക്ഷം വെച്ചിട്ട് സ്വിങ് ചെയ്യാണ്. അപ്പോൾ എനിക്കൊരു 10% പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഞാൻ 10,000 വിഡ്രോ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്യരുത്. ആ 1 ലക്ഷം എന്നുള്ള ക്യാപിറ്റൽ മാറി 1,10,000 എൻ്റെ പുതിയ ക്യാപിറ്റൽ. അതായത് ഞാൻ 10% കോമ്പൗണ്ടിങ് നടത്തിയവിടെ. ഓക്കെ, അങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പുറകിലോട്ടില്ല, നമ്മൾ ഫ്രണ്ടിലേക്ക് മാത്രം. അതിൻ്റെ ഉള്ളിൽ നിന്ന് 1 രൂപ എടുക്കരുതെന്ന് പറഞ്ഞാൽ 1 രൂപ എടുക്കരുത്. കാരണം ഒരു തവണ നമ്മൾ 1 രൂപ എടുത്തു കഴിഞ്ഞാൽ എല്ലാ പരിപാടി വരുമ്പോൾ ഇവിടെ പൈസ ഇരിക്കണ്ടല്ലോ കുറച്ച് എന്നുള്ള ഒരു തോട്ട് വരും. അപ്പോൾ അതിലേക്ക് ഇത് വരും. ആ സ്വിങ്ങിൽ ലോസ് വരെയൊക്കെ ചെയ്യും. അതാണ് ആവറേജ് 24 കൊടുത്തിട്ടുള്ളത് കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ലോസും കാര്യങ്ങളൊക്കെ. സ്വിംഗ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ പറയും. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നിന്നായിരിക്കട്ടെ തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഞാൻ പറഞ്ഞു, ഇൻഷുറൻസ് സംസാരിക്കാനുണ്ട് ഒരു ക്ലാസ്സിൽ, മ്യൂച്വൽ ഫണ്ട് സംസാരിക്കാനുണ്ട്, പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇതല്ലാതെ നമുക്ക് ഒരു ദിവസം മൊത്തം ഇരുന്നിട്ട് ഡൗട്ട് മാത്രമായിട്ടും ക്ലിയർ ചെയ്യാം. നമുക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും മിസ് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡെറ്റും കാര്യങ്ങളും ക്ലിയർ ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അതേപോലെ ഈ നമ്മൾ 8,000 വെച്ചിട്ടാണല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ അതിന് മുന്നേ ഈ ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ കടങ്ങൾ പരമാവധി തീർക്കുക. ഇനി 10-15 ലക്ഷത്തിൻ്റെ കടമാണെങ്കിൽ 8,000 വെച്ച് തീർക്കാൻ പറ്റില്ല. എന്നാലൊരു ഇത് പറഞ്ഞതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ബാക്കി ഈ പരിപാടികൾ പിടിക്കണം. എമർജൻസി ഫണ്ട് ഉണ്ടാക്കലും കടം നീക്കലൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ടൈറ്റ് പിടിക്കേണ്ടി വരും. പിന്നീട് ടൈറ്റ് പിടിക്കാൻ പറ്റില്ല, ഇവിടെ നല്ല ടൈറ്റ് പിടിക്കേണ്ടി വരും. ഹോബിയും പാഷനും അപ്പ് സ്കില്ലിങ്ങൊക്കെ അല്ലെങ്കിൽ പുറത്ത് പോയി ഫുഡ് കഴിക്കലൊക്കെ ഒന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് എമർജൻസി ഫണ്ട് സേവ് ചെയ്യേണ്ടി വരും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം ഈ എമർജൻസി ഫണ്ട് നമ്മൾ സേവ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. എല്ലാ മാസം പോയിട്ട് പുറത്ത് പോയിട്ട് ഫുൾ ടൈം ഫുഡ് കഴിക്കലും ട്രിപ്പൊക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ എമർജൻസി ഫണ്ടും പോവും, ഈ ഹോബിയും പോവും, പാഷനും എല്ലാം കൂടി ഒരുമിച്ച് പോവും. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് പോവാതെ അതെല്ലാം ഒരു ഇതിൽ പോകാൻ വേണ്ടി ഒരു എന്താ പറയുക, ഒരു നോർമലിൽ പോകാൻ വേണ്ടിയിട്ടാണ് എമർജൻസി ഫണ്ടിന് പ്രയോറിറ്റി കൊടുക്കാൻ പറഞ്ഞത്. ഓക്കെ, അതേപോലെ നമ്മളിപ്പോൾ ഈ ഇൻകം എക്സ്പെൻസ് ഉണ്ടല്ലോ, അതില് ഇപ്പോൾ ഈ എക്സ്പെൻസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സാലറി കിട്ടിയില്ല, നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യാണല്ലോ, ഒരു SIP എടുത്തെന്ന് വിചാരിക്കുക. അത് ഇൻകത്തിലാണോ വരിക, അത് എക്സ്പെൻസിലാണോ? നമ്മളെ സേവിങ്സ് ഒക്കെ എക്സ്പെൻസിലാണോ വരിക? അല്ല, നമ്മുടെ എല്ലാ എക്സ്പെൻസ് സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ മാസം വരുന്ന എല്ലാ ചിലവുകളും ഞാൻ എഴുതി വയ്ക്കുക. എന്നിട്ട് ഈ 3 കാറ്റഗറിയിലേക്കും അതിന് വിടാം. നീഡ്, വോണ്ട്, സേവിങ്സ്. അത് സേവിങ്സ് എന്നുള്ള കാറ്റഗറിയിലേക്കും. ഇതുപോലെ നമ്മൾ കീപ്പ് ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ മാസം എനിക്കൊരു 50,000 സാലറി വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അതിൽ ഒരു 25,000 നമ്മളെ എക്സ്പെൻസിന്
മാറ്റി ബാലൻസ് വരുന്ന എമൗണ്ട് എടുത്തിട്ട് അതിലൊരു 50,000 നമ്മൾ വീണ്ടും 15,000 നമ്മൾ എടുത്തിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അത് ഏത് കാറ്റഗറി? അത് സേവിങ്സ് എന്നുള്ള കാറ്റഗറി. അത് എക്സ്പെൻസിലാണ് വരിക, നമ്മൾ ഇൻകത്തിലാണ് വരിക? അല്ല, അത് തീർച്ചയായിട്ടും എക്സ്പെൻസ് തന്നെയാണ്. അല്ല, അത് വരവല്ലല്ലോ, പുറത്തേക്ക് പോണതാണ്. അത് തീർച്ചയായിട്ടും എക്സ്പെൻസാണ്. ഇതൊക്കെ എക്സ്പെൻസാണ്. അതായത് എൻ്റെ സാലറി അല്ലെങ്കിൽ എൻ്റെ ഇൻകം എവിടേക്കൊക്കെയാണ് പോകുന്നത് അതൊക്കെ എൻ്റെ എക്സ്പെൻസാണ്. അപ്പോൾ ഒരു തരത്തിൽ അതൊക്കെ എക്സ്പെൻസ് തന്നെയാണ്. പക്ഷേ ആ എക്സ്പെൻസ് ഗുഡ് എക്സ്പെൻസാണ്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ഭാവിയിൽ നമ്മളെ സേവ് ചെയ്യാൻ പോകുന്ന എക്സ്പെൻസ്, അങ്ങനെ എഴുതിയാൽ മതി. നെക്സ്റ്റ് നമുക്ക് ബുധനാഴ്ചയാണ് കേട്ടോ ക്ലാസ് വരാം. ഇതേ സമയം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അതുപോലെ PDF കാര്യങ്ങളൊക്കെ ഞാൻ അവരടുത്ത് ഷെയർ ചെയ്യാൻ പറയാം. ഓക്കെ. ബ്രോക്കർ അക്കൗണ്ടിലേക്ക് മാറ്റരുത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഇപ്പോൾ അക്കൗണ്ടിലേക്ക് മാറ്റി നോക്കി. അപ്പോൾ ഞാൻ നാളെ സിനിമയ്ക്ക് പോകാൻ ഞാൻ മാറ്റി വെച്ച 4,000 അവിടെ ഉണ്ട്. ഇത് ആദ്യം നമ്മൾ വിചാരിക്കും ഇത് മാറ്റി വെച്ച 4,000 തൊടാൻ പാടില്ലെന്ന്. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഒരു സിനിമ കണ്ടിട്ട് വരാം, ആ ഒരു തോട്ടിൽ ഇതേപോലെ പൊട്ടി പോവും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിൽ പൈസ സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിനെക്കാട്ടിയും എളുപ്പമാണ് കാശും കൊടുക്കൽ പൈസ ഇട്ട് വയ്ക്കുക. അതായത് അത്രയ്ക്കും ബുദ്ധിമുട്ടാണെന്ന് ഉദ്ദേശിച്ചത്. ബ്രോക്കർ നല്ല തിരഞ്ഞെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പേഴ്സണലി സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അപ്സ്റ്റോക്സ് ഓർ സെറോദ ആയിരിക്കും പറയാം. പക്ഷേ അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ പേഴ്സണലി സെറോദ ആയിരിക്കും യൂസ് ചെയ്യുക. അത് ഞാൻ ഉദ്ദേശിച്ച സ്റ്റോക്കിൻ്റെ കേസിലാണ്. ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് അവർ പറഞ്ഞു തരും കേട്ടോ. ഞാനത് സജഷൻ കൊടുക്കാൻ പാടില്ല, അത് ക്ലാസ്സിൻ്റെ അല്ല. നമ്മളല്ലെങ്കിൽ പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ 1 മണിക്കൂറാണ് ഉദ്ദേശിച്ചത്. കൂടുതൽ ഒരു 10-24 മിനിറ്റ് കൂടുതൽ പോയിട്ടുണ്ട്, സോറി. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി സെറ്റാക്കാം. ബാക്കി കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ക്ലാസ് ഏതാണെന്നുള്ളത് ഞാൻ നാളെ ഷെയർ ചെയ്യും. അപ്പോൾ അതുമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഓൾറെഡി എഴുതി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റിയും ക്ലാസ്സിൽ ഷെയർ ചെയ്യാം. ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് അടുത്ത ക്ലാസ്സിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേണം. അപ്പോൾ ഇത്ര നേരം ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, താങ്ക് യു. അപ്പോൾ അതുവരെ ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ. എല്ലാവരും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു.